അപ്പോൾ നമുക്ക് അതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക് സാധനം വെച്ചിട്ട് ട്രസ്റ്റ് സ്റ്റോർ ഒരു കോൺസെപ്റ്റ് ഉണ്ടാക്കിയത്. അതിപ്പോൾ കോൺസെപ്റ്റാണ്. റീറ്റെയിൽ സ്റ്റോർ ഇല്ല, ബില്ലിംഗ് സിസ്റ്റം അല്ല, സെയിൽസ്മാൻ അല്ല, ഒരു ആപ്പിന്റെ സപ്പോർട്ടും ഇല്ല. ട്രസ്റ്റ് സ്റ്റോർ എന്നുള്ളതൊക്കെ ഒരു ബോക്സ്, അത് ഇൻസുലേറ്റഡ് ബോക്സ് ആയിരുന്നു. അതായത് അതിൽ ഫിഷും മീറ്റും വെച്ച് കഴിഞ്ഞാൽ കംപ്ലൈന്റ് ആവില്ല. അതിന് നമ്മള് ഷെൽഫ് ലൈഫ് കിട്ടുമല്ലോ, നമ്മളത് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത സാധനം ഐസിങ് ചെയ്ത് പ്രോപ്പറായിട്ട് വേറെ കെമിക്കലൊന്നുമില്ല. ഒരു ഏരിയയിൽ ഇപ്പൊ ഡാർക്ക് സ്റ്റോർ തുടങ്ങാൻ പോവാണ്, അല്ലെങ്കിൽ ഒരു ഓഫ്ലൈൻ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ ആ സറൗണ്ടിങ്ങിൽ എത്ര ട്രസ്റ്റ് സ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിക്കും? നമുക്കൊരു 10-15 ട്രസ്റ്റ് സ്റ്റോറുകൾ അതിന്റെ പല ഭാഗങ്ങളിലായിട്ട് നമുക്ക് വെക്കാൻ പറ്റും. ട്രസ്റ്റ് സ്റ്റോർ നമ്മൾ കണ്ടിന്യൂ ചെയ്യും. ട്രസ്റ്റ് സ്റ്റോർ നമ്മൾ കണ്ടിന്യൂ ചെയ്യും. നമ്മൾ പുതിയ ഏരിയയിലോട്ടൊക്കെ പോകുമ്പോൾ നമ്മൾ ഇത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് തന്നെ നമ്മളിത് കണ്ടിന്യൂ ചെയ്ത് പോകാമെന്ന് ഉദ്ദേശിക്കുന്നത്. നമുക്ക് വേറെ കൂടുതൽ ബേർഡിങ്സ് ഒന്നും ഇതിൽ വരുന്നില്ല. അതുകൊണ്ട് തന്നെ ആളുകൾക്കൊരു കൺവീനിയൻസും കൂടി ഉണ്ട്. ഇപ്പം അവർ അപ്പാർട്ട്മെന്റിന്റെ പുറത്ത് വെച്ചു അത് ബുക്ക് ചെയ്തിട്ടില്ലെങ്കിലും ജോലി കഴിഞ്ഞ് പോകുമ്പോൾ അതിലെന്താ പ്രൊഡക്റ്റ് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റ് എടുത്തിട്ടുണ്ട്. ഹായ്, നമസ്കാരം. ഇന്ന് നമ്മളൊരു അടുത്തൊരു എപ്പിസോഡ് പോഡ്കാസ്റ്റും കൂടി ചെയ്യാണ്. ഇത് ചെയ്യാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു എക്സ്പെരിമെൻ്റൽ ആക്ടിവിറ്റി കഴിഞ്ഞ ദിവസം ബാംഗ്ലൂർ ചെയ്യുകയുണ്ടായി. അപ്പോൾ അത് എല്ലാവർക്കും ബിസിനസ്സിൽ കോപ്പി ചെയ്യാൻ പറ്റിയൊരു അല്ലെങ്കിൽ ഇൻസ്പയർ ചെയ്യാൻ പറ്റിയൊരു സാധനമാണ്. അപ്പോൾ അതെന്താ എന്നുള്ളതാണ്. ശരിക്കും ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, ജമാൽ ബ്രോ അവിടെ ഏറ്റവും കൂടുതൽ കസ്റ്റമർ അക്വയർ ചെയ്യാൻ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അതായത് വിത്തിൻ ഡേയ്സിനുള്ളിൽ തന്നെ എന്ത് ചെയ്തു, നമ്മൾ ഓഫ്ലൈൻ കസ്റ്റമേഴ്സൊക്കെ ഓൺലൈനിൽ നമ്മളെ പർച്ചേസ് പാറ്റേൺ കൂടി ഓർഡർ ചെയ്ത് തുടങ്ങി. കാരണം ആഴ്ചയിൽ ഒരു ദിവസം ഓർഡർ ചെയ്ത ആൾക്കാർ ആഴ്ചയിൽ 2-3 ദിവസം ഓൺലൈൻ വന്നപ്പോൾ ഓർഡർ ചെയ്ത് തുടങ്ങി. അതേപോലെ തന്നെ ഈ അടുത്ത ലൊക്കേഷനിലേക്ക് നമ്മൾ മൂവ് ചെയ്യുന്ന സമയത്ത് ആൾക്കാർ കുറേ സംശയങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഈ പുതിയ കസ്റ്റമേഴ്സിന് എപ്പോഴും ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് എങ്ങനെ ഈ പ്രൊഡക്റ്റ് വാങ്ങുമെന്നുള്ളത്. കാരണം എല്ലാ ഫിഷും മീറ്റും വാങ്ങുന്ന ആൾക്കാരുടെ ഡൗട്ട്, ഇത് ഫ്രഷ് ആണോ ഹലാലാണോ, അല്ലെങ്കിൽ ഇതിൻ്റെ കട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ് ചെയ്യുന്നത്, ക്ലീൻ ആയിട്ടാണ് തരുന്നത് എന്നൊക്കെ കുറേ സംശയം ഉണ്ടായിരുന്നു ഓൺലൈനിൽ വാങ്ങുന്ന സമയത്ത്. അപ്പോൾ നമ്മളോട് ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു, ട്രസ്റ്റ് സ്റ്റോർ തന്നെ. ശരിക്ക് ആ ട്രസ്റ്റ് സ്റ്റോർ എങ്ങനെയെന്നതിന് തുടക്കം, എവിടുന്നാണ് അത് ഇപ്പോൾ എവിടെ നിൽക്കുന്നത്, ഇതാണ് ഇന്നത്തെ നമ്മൾ എപ്പിസോഡിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒരു കസ്റ്റമറെ ട്രസ്റ്റ് ചെയ്യാന്നുള്ള ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ശരിക്കും ഈ പോഡ്കാസ്റ്റിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഒരു ജേണിയാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ജമാൽ ബ്രോ അതിൻ്റെ തുടക്കം? ഓക്കെ, അതിൽ നമ്മൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, നമ്മളെ കടയിൽ വരുന്ന കസ്റ്റമേഴ്സിനെയാണ് നിങ്ങൾ പറഞ്ഞ പോലെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അവർ ഈസി ആയിട്ട് നമ്മളിതിൽ അഡോപ്റ്റ് ആയി. കാരണം ഓൾറെഡി നമ്മൾ ട്രസ്റ്റഡ് ആണ് അവർ റീറ്റെയിൽ സ്റ്റോറിൽ നമ്മളെ വന്ന് പരിചയമുണ്ട്, നമ്മളെ ക്വാളിറ്റി അവർക്ക് ട്രസ്റ്റഡ് ആണ്. അപ്പോൾ അവർക്ക് ഒന്നുകൂടി ഈസിയായി അവർ ഒന്നിൽ കൂടുതൽ പ്രാവശ്യങ്ങളൊക്കെ ഓൺലൈനിലൂടെ വാങ്ങാൻ തുടങ്ങി എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾ ഡിക്ലെയർ ചെയ്തു പോയി. പിന്നെ പുതിയതായിട്ട് വരുന്ന കസ്റ്റമർക്ക് സ്കെയിൽ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് പുതിയ കസ്റ്റമർ ഓൺബോർഡ് ചെയ്യുമ്പോൾ ചെറിയൊരു പ്രോബ്ലം, അവരെ എല്ലാ പ്ലാറ്റ്ഫോമുകളാണെങ്കിലും അവർ ക്വാളിറ്റിയാണ് ഇതിന് മെയിൻ ഫാക്ടറാണ്, ക്വാളിറ്റി. അപ്പോൾ അത് അവർ ട്രസ്റ്റ് ചെയ്യാന്നുള്ളത് കസ്റ്റമറുടെ ഭാഗത്ത് നിന്ന് നമുക്ക് ട്രസ്റ്റ് കിട്ടാനുള്ള ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തു പർച്ചേസ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അതിനൊക്കെ കുറച്ച് ലിമിറ്റേഷൻ ഉണ്ടാകുമ്പോൾ നമ്മളൊരു പുതിയൊരു ആശയം എന്നുള്ള നിലക്കാണ് ഈ ട്രസ്റ്റ് സ്റ്റോറിനെ കൊണ്ടുവരുന്നത്. എല്ലായിടത്തും പോയി സ്റ്റോർ ഇടാൻ നമുക്ക് പ്രാക്ടിക്കലല്ല. നമ്മൾ ഇനീഷ്യൽ സ്റ്റേജ് ആയതുകൊണ്ട് എല്ലായിടത്തും സ്റ്റോർ പ്രാക്ടിക്കലല്ല, ഡാർക്ക് സ്റ്റോർ പ്രാക്ടിക്കലല്ല, പല ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക് സാധനം വെച്ചിട്ട് ട്രസ്റ്റ് സ്റ്റോർ ഒരു കോൺസെപ്റ്റ് ഉണ്ടാക്കിയത്. അത് കോൺസെപ്റ്റാണ്. റീറ്റെയിൽ സ്റ്റോർ ഇല്ല, ബില്ലിംഗ് സിസ്റ്റം അല്ല, സെയിൽസ്മാൻ അല്ല, ഒന്നുമില്ല, ഒരു ആപ്പിന്റെ സപ്പോർട്ടും ഇല്ല. ഫസ്റ്റ് സ്റ്റേജിൽ നമ്മളൊരു ബോക്സ് സെറ്റ് ചെയ്തു. എന്ത് ബോക്സ്? അപ്പോൾ ട്രസ്റ്റ് പിന്നെ ഫ്രഷ്നെസ് കണക്ട് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറേജ്, ട്രസ്റ്റ് സ്റ്റോർ എന്നുള്ള ഒരു ബോക്സ്, അത് ഇൻസുലേറ്റഡ് ബോക്സ് ആയിരുന്നു. അതായത് അതിൽ ഫിഷും മീറ്റും വെച്ച് കഴിഞ്ഞാൽ കംപ്ലൈന്റ് ആവില്ല. അതിന് നമ്മള് ഷെൽഫ് ലൈഫ് കിട്ടുമല്ലോ, നമ്മളത് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത സാധനം ഐസിങ് ചെയ്ത് പ്രോപ്പറായിട്ട് വേറെ കെമിക്കലൊന്നുമില്ല. അപ്പോൾ ഈ ബോക്സിനപ്പോ ശരിക്കും അപ്പോൾ അത് ക്വാളിറ്റി കീപ്പ് ചെയ്യും? എത്ര മണിക്കൂർ ഇതിന്റെ ക്വാളിറ്റി കീപ്പ് ചെയ്യും? ബോക്സിൽ എന്ന് വെച്ചാൽ നമ്മളത് ഫുൾ ഐസിങ് ആണ് സാധനം കിടക്കണത്. അതില് ഐസിങ് നാച്ചുറൽ പ്രിസർവേഷൻ ആണ് ഫിഷിന്. നമ്മൾ പാക്ക് ചെയ്ത സാധനം ഐസിങ് ചെയ്ത് വെക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അതിന് പിന്നെ അതില് വേറെ ഹെയർ കിടക്കുക കാര്യങ്ങളൊന്നും വരില്ല. ഐസ് മെൽട്ടായി പോയാലാണ് പിന്നെ ക്വാളിറ്റി പോകുള്ളൂ. എങ്ങനെയായാലും ഒരു 8 മണിക്കൂറിന്റെ മേലെ സെപ്പറേറ്റ് ഐറ്റംസ് ആണ് പാക്കിംഗ് ഉണ്ടാവുക. സെപ്പറേറ്റ് ഓരോ ഐറ്റംസ് പാക്ക് ചെയ്തിട്ട് അതിന്റെ ക്വാളിറ്റി വെച്ചിട്ടാണ്, അതിന്റെ ലേബിളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഒക്കെ ഉണ്ട്. അങ്ങനെയാണ് അത് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ സമയത്ത് കസ്റ്റമർക്ക്
ഒരു സെയിൽസ്മാൻ്റെ ഒരു ബില്ലിങ്ങിന്റെ ഒരു സ്റ്റോറിന്റെ ഇതിന്റെ ഏത് ഒരു ഇന്റഗ്രേഷൻ ഇല്ലാതെ ഈ പരിപാടി ചെയ്യാൻ പറ്റും. ഫസ്റ്റ് നമ്മളൊരു ഫുഡ് കോർട്ടിൽ ഇത് സാധനം വെച്ചു. അത് വെക്കുമ്പോൾ നമുക്കിത് മിനിമലിസ്റ്റിക് ലെവലിൽ പോകണം എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ആദ്യം ഈ കോൺസെപ്റ്റ് വെച്ചു. അതായത് മിനിമലിസ്റ്റിക് പോകും വേണം, കസ്റ്റമർ ഇഷ്ടപ്പെട്ട് വാങ്ങണം. അതായത് നമ്മളൊരു ഓഫ്ലൈൻ സ്റ്റോറിൽ വന്നിട്ട് എങ്ങനെയാണ് ഇവർ വാങ്ങുന്നത് അതേ കണ്ടീഷനിൽ ഇവർ കണ്ടിട്ട് ഈ സാധനം എടുത്ത് ഇഷ്ടപ്പെട്ട് ബില്ല് ചെയ്ത് പോകുന്നുള്ളവർക്ക്. അങ്ങനെ നമ്മൾ ഒരു ഫസ്റ്റ് ഈ സാധനം വെച്ചപ്പോൾ നമ്മൾ ഈ ഒരു തോട്ട് പ്രോസസ്സിലുള്ള ഇതേ കോൺസെപ്റ്റിൽ തന്നെ സാധനം വെച്ചു. അത് നമ്മൾ ഒബ്സർവ് ചെയ്ത് നോക്കുമ്പോൾ ചില കസ്റ്റമേഴ്സിന് ചെറിയൊരു ക്ലാരിറ്റി കുറവ്. ഇതൊരു പുതിയൊരു സാധനമാണ്, ഒരു ട്രസ്റ്റ് ഫ്രഷ്നെസ് സ്റ്റോർ എന്നുള്ള സാധനം മാത്രം വെച്ചിട്ട് ഒരു കോൺസെപ്റ്റ്. അപ്പോൾ ആളുകൾക്ക് ചെറിയൊരു ഡൗട്ട് കാര്യങ്ങൾ, ഒന്ന് രണ്ട് ആളുകൾ സാധനം എടുക്കുന്നുണ്ട്, പേ ചെയ്യുന്നുണ്ട്, ചെയ്തു. അപ്പോൾ നമ്മൾ അതിൻ്റെ സെക്കൻഡ് സ്റ്റേജ് ഡിസ്കഷൻ ആണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേജിൽ ചെറിയ ആളുകൾ ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ ആളുകൾക്ക് ഒരു ക്ലാരിറ്റി കുറവ് അവിടെ ഉണ്ട്. മാർക്കറ്റിൽ ഇങ്ങനെ സാധനം ഇല്ലല്ലോ, അപ്പൊ ഒരു മോഡല് കാണാനില്ല. ശരിക്കും US-ൽ ഇതിന്റെ വേറെ സാധനം ഉണ്ടായിട്ട് ആമസോണിന്റെ ഒരു സ്റ്റോർ ഉണ്ട്, വെർച്വൽ സ്റ്റോർ അല്ല, നമുക്ക് പോയി വാങ്ങി ബില്ല് ചെയ്ത് പോകാം. പക്ഷെ അവിടെ ടെക്നോളജി ഭീകരമായി ഉണ്ട്. പക്ഷെ ഇവിടെ നമ്മളൊരു ക്യാമറ പോലെ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ അതിന്റെ സെക്കൻഡ് ഫേസിൽ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കി. നമ്മളൊരു എക്സിക്യൂട്ടീവിനെ അതിന്റെ കൂടെ അടുത്ത ദിവസങ്ങൾ വെക്കാൻ നോക്കി. എക്സിക്യൂട്ടീവ് ആണോ അല്ലെങ്കിൽ ഡെലിവറി ബോയ് ആണോ? ഡെലിവറി ബോയ് വൈകിട്ടാകുമ്പോൾ എക്സിക്യൂട്ടീവ് ഡെലിവറി ബോയ് അവരുടെ ടൈമിങ് ഫ്രീ ആവുന്ന സമയത്ത് നമ്മൾ അതിന് ഉപയോഗിച്ചു. നമ്മൾ സ്റ്റാർട്ടപ്പ് നമ്മൾ ബേണിങ് കുറച്ച് കൈകാര്യം ചെയ്യല്ലേ. അപ്പോൾ അപ്പോൾ അവര് എന്ത് ചെയ്തു, കസ്റ്റമർക്ക് ഒരു അവയർനെസ് കൊടുത്തു, ഇതാണ് സാധനം എന്നുള്ള ഒരു കോൺസെപ്റ്റ് പറഞ്ഞു കൊടുത്തു. അപ്പോൾ കസ്റ്റമർ ഭയങ്കരമായിട്ട് എൻഗേജ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ സ്റ്റേജിൽ അത് ഓക്കെ ആയി. അപ്പോൾ നമുക്ക് ഈ എക്സിക്യൂട്ടീവ് ഡെലിവറി ബോയിന്റെ പരിപാടിയും കൂടി കട്ട് ചെയ്യണം. അപ്പോൾ പ്രോസസ് ആയല്ലോ, ഈ നമുക്ക് ഒന്നുകൂടി ഒരു പ്രോസസ് ആയിട്ട് എത്തി. അപ്പോൾ നമ്മൾ അതിന്റെ കൂടെ അവിടെ ഒരു സ്റ്റാൻഡ് കൊടുത്തു. ഇത് സ്റ്റാൻഡ് ഗൈഡൻസ് വെക്കണ ഒരു സ്റ്റാൻഡ് ബോർഡ് വെച്ചു കൊടുത്തു. ഇത് നിങ്ങൾക്ക് ഈ സാധനം ഇതിലുണ്ട്, നിങ്ങൾക്ക് എടുക്കാൻ പറ്റും, പിന്നെ ട്രസ്റ്റ് ചെയ്യുക, ക്വാളിറ്റി ട്രസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ കണ്ടിന്യൂ ചെയ്താൽ മതി, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പേ ചെയ്യാന്നുള്ള നമ്മൾ എഴുതി വെച്ചു. എന്താ പ്രോസസ്സ് കറക്റ്റ് അവിടെ വെച്ചു. അപ്പോൾ ആളുകൾ അതൊന്നും കൂടി മനസ്സിലായി തുടങ്ങി. കാരണം 3-4 ദിവസം വരെ എന്ത് ചെയ്തു, 3-4 ഫേസ് ഇതിന് കണ്ടുപോയി. ഫസ്റ്റ് ഒക്കെ കണ്ടു, രണ്ടാമത്തെ ആളുകൾ നടന്നു പോകുന്ന വഴിയാണ്. അപ്പോൾ ഒന്നാമത്തെ ഫേസ് കണ്ടു, അപ്പോൾ രണ്ടാമത്തെ ആൾ വെച്ചപ്പോൾ ഒന്നുകൂടി ഇതായി, മൂന്നാമത്തേത് കണ്ടിന്യൂ ചെയ്തു. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, ഈ ബോർഡ് മെല്ലെ ഒന്ന് മാറ്റി വെക്കി, ആളുകളെ ഒഴിവാക്കി. ഇത് ആളുകള് പിന്നീട് നമുക്ക് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ, ഇഷ്ടപ്പെടുന്നുണ്ടോ. ആ സമയത്ത് നമ്മൾ വലിയ ഫാക്ടർ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് ചില പുതിയ ആളുകൾക്ക് ഒരു ഡൗട്ട് ഉണ്ട്, പക്ഷെ ഇത് കൂടുതൽ ആളുകൾ ഇതിന് സാധനം എടുക്കാൻ തുടങ്ങി, അവരെന്നെ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി. ഇതാണ് മാറ്റ്, ഇത് ഇങ്ങനെയാണ്, ഇതൊരു പുതിയ ബ്രാൻഡാണ്. എനിക്ക് തോന്നുന്നു ബാംഗ്ലൂർ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ ഉള്ള ഒരു കസ്റ്റമർ ബേസ് ആയതുകൊണ്ട് തന്നെ അവിടെയുള്ള ആളുകൾ ബാംഗ്ലൂരിൽ മാത്രമല്ലാത്തത് കൊണ്ട് കുറേ കൾച്ചറൽ ആൾക്കാരായതുകൊണ്ട് ഈ ഡിസ്കഷന് പുതിയ സാധനം ടെസ്റ്റ് ചെയ്യാനൊക്കെ ഭയങ്കര ഈസിയാണ്. അപ്പോൾ അവർ തന്നെ എന്ത് ചെയ്യാൻ തുടങ്ങി, അറിയണ ആളുകള് മറ്റൊരു നോക്കുമ്പോൾ അവരെ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി. ഇത് ഇവരൊരു പുതിയ ബ്രാൻഡിൻ്റെ ആണ്, അപ്പോൾ അതിനെ ട്രസ്റ്റ് ചെയ്യാൻ വേണ്ടി അവർ ഒരു സാധനം ചെയ്തതാണ്, കോൺസെപ്റ്റാണ്. അവര് നമ്മളെ കസ്റ്റമേഴ്സ് തന്നെ പലർക്കും ഇത് എഡ്യൂക്കേറ്റ് ചെയ്യണ ഒരു അതായത് നമ്മൾ മുൻപ് വാങ്ങിയ ആളുകളും ചെറുതായിട്ടൊക്കെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ തുടങ്ങി. സെയിൽസ്മാൻ അല്ല ആ സമയത്ത്, സെയിൽസ്മാൻ അല്ലാതെയാണ് കസ്റ്റമറെ എഡ്യൂക്കേറ്റ് ചെയ്യുന്ന ഒരു രീതിയിലൊക്കെ എത്തി. ഇനി നമ്മൾ അതിന്റെ ഒരു ബൂമിങ് സ്റ്റേജിലോട്ട് ഒന്നും കൂടി നമ്മൾ കൂടുതൽ ലൊക്കേഷനിലോട്ട് ഈ സാധനം കൊണ്ടുപോകാന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതെന്താ അങ്ങനെ കൊണ്ടുപോകാൻ കാരണം, അത് നിങ്ങൾ ഇപ്പോൾ ഇ കൊമേഴ്സ് ആയിട്ടാണ് നിങ്ങൾ അവിടെ അറിയപ്പെടുന്നത്. അപ്പോൾ ഇ കൊമേഴ്സ് നിങ്ങൾക്ക് ഡാർക്ക് സ്റ്റോർ ഉണ്ട്, പ്ലസ് നിങ്ങൾക്ക് ഓഫ്ലൈൻ സ്റ്റോർ ഉണ്ട്, ഇ കൊമേഴ്സ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു കോൺസെപ്റ്റിലേക്ക് ഇത് മൂന്നും കൂടി ബ്ലെൻഡ് ചെയ്ത് നാലാമത്തെ ഒരു സാധനം പുതിയത് പറയാൻ കാരണം എന്താ, അതായത് ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒക്കെ ചെയ്യും. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആകട്ടെ, ഒരു ഓഫ്ലൈൻ സ്റ്റോർ സെറ്റ് ചെയ്യലാട്ടെ, അതല്ലെങ്കിൽ ഒരു ഡാർക്ക് സ്റ്റോർ സെറ്റ് ചെയ്ത് റോങ് പ്ലേസിൽ പോയി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് മൊത്തത്തിൽ ലോസ് ആവും. അപ്പൊ എന്താ നിങ്ങൾ ചെയ്യുന്നപ്പോ ഈ ട്രസ്റ്റ് സ്റ്റോർ ആദ്യം അവിടെ കൊണ്ട് ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ ഒരു ട്രസ്റ്റ് സ്റ്റോറിന് എത്ര ഒരു ഏരിയയിൽ ഇപ്പൊ നിങ്ങൾ ഡാർക്ക് സ്റ്റോർ തുടങ്ങാൻ പോവാണ് അല്ലെങ്കിൽ ഒരു ഓഫ്ലൈൻ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ ആ സറൗണ്ടിങ്ങിൽ എത്ര ട്രസ്റ്റ് സ്റ്റോർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? നമുക്കൊരു 10-15 ട്രസ്റ്റ് സ്റ്റോറുകൾ അതിന്റെ പല ഭാഗങ്ങളിലായിട്ട് നമുക്ക് വെക്കാൻ പറ്റും. ആ ഒരു ഏരിയ അവിടുത്തെ പ്രൈം റെസിഡൻഷ്യൽ ഏരിയകൾ ഉണ്ടാവും. അതിന്റെയൊക്കെ ഫ്രണ്ട് പ്രൈമിൽ പോകാൻ പ്രൈം കസ്റ്റമർ ആണ് ഇപ്പോൾ ഉള്ളത്. പ്രൈം കസ്റ്റമർ തന്നെ നമുക്ക് കൂടുതൽ പേ ചെയ്യണതും, പിന്നെ അതുപോലെ തന്നെ ഓൺലൈനിലോട്ട് കൂടുതൽ കൺവേർട്ട് ആണതും,
ഓഫ്ലൈനെക്കാട്ടി മറ്റോരാണ്. അവരെ സംബന്ധിച്ച് ഇപ്പൊ ഒരു 25-ാം നിലയിൽ താമസിക്കണമെങ്കിൽ അതിന് താഴെ വന്ന് പാർക്കിൽ നിന്ന് വണ്ടി എടുത്ത് പുറത്ത് പോയി വാങ്ങുന്നതിന് DC ആണ്. അരമണിക്കൂർ കൊണ്ട് സാധനം ഡെലിവറി ആവുന്നുള്ളത്. അപ്പൊ നിങ്ങള് ക്വിക്ക് ആണ് അരമണിക്കൂർ ഡെലിവറി എടുക്കുന്നത്? അത് അരമണിക്കൂർ, നമ്മൾ 20 minutes മുതലാണ് നമ്മുടെ ഡെലിവറി സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ഓരോ കട്ടിങ്ങിനനുസരിച്ച്, കട്ടിങ് അതിന് ഡിമാൻഡ് അനുസരിച്ച് ഒരു 75 മിനിറ്റ്സിനുള്ളിൽ എക്സ്പ്രസ് ഡെലിവറി ഡെലിവറി ആവും. പിന്നെ ഉള്ളത് നോർമൽ അവർക്ക് ബുക്ക് ചെയ്യാൻ പറ്റും, ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും, ടൈം സ്ലോട്ട് ബുക്ക് ചെയ്യാൻ പറ്റും, തലേ ദിവസം ബുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ ഇത്രയും സ്ഥലത്ത് ഈ ബോക്സുകൾ വെക്കുന്ന സമയത്ത് അവിടെ ഇതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല ഇത് മാനേജ് ചെയ്യാന്നുള്ളത്? അതെങ്ങനെ മാനേജ് ചെയ്യുന്നപ്പോ? അത് ഇനീഷ്യലി നമ്മൾ വൺ സൈഡ് നോക്കുമ്പോൾ കുഴപ്പം വന്നില്ല. പിന്നെ നമ്മൾ ഇനി ഈ അപ്പാർട്ട്മെന്റ് സൈഡിലോട്ടൊക്കെ പോകുമ്പോൾ ഒരു അംബാസഡർ പ്രോഗ്രാം നമ്മൾ ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പൊ ഈ അപ്പാർട്ട്മെന്റിലൊക്കെ തന്നെ താമസിക്കുന്ന പേരൻസ് ഉണ്ടാവും, ജോലി ചെയ്യുന്നവരുടെ, കൂടുതൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, കൂടുതൽ വർക്കൊന്നുമില്ല, അവര് വെറുതെ ഇരിക്കുന്ന ഒരു സ്റ്റൈലില്. അപ്പൊ അവരെ നമ്മൾ ഇതിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതായത് എനിക്ക് ഇപ്പൊ പറഞ്ഞു പോയിന്നില്ല കേട്ടോ, നമ്മൾ ട്രസ്റ്റ് ചെയ്യേണ്ട ഒരു പ്രൊഡക്റ്റ് വെക്കുന്നത്. അപ്പോൾ ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു അപ്പാർട്ട്മെന്റ് ഉണ്ടെങ്കിൽ അയാൾക്ക് അവിടെ എപ്പോഴും ഒരു കുറച്ച് പ്രായമുള്ള ആളാണെങ്കിൽ അയാളെ ട്രസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യാണ് ഈ പ്രൊഡക്റ്റ് കൂടി ഇംപ്ലിമെന്റ് ചെയ്യും. അതായത് അയാളെ ട്രസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ എന്ത് ചെയ്യും, നമ്മളെ കൂടി ട്രസ്റ്റ് ചെയ്യും. അപ്പൊ അതെങ്ങനെ വർക്ക് ചെയ്യുന്നപ്പോ? അപ്പം അവര് നമുക്ക് ഇൻഫർമേഷൻ തരും, ഇവിടെ സാധനം ഇതാണെന്നുള്ളത്. നമ്മള് ഡെലിവറി ബോയ്സ് അതിൻ്റെ സാധനം കൊണ്ടേ വെക്കും. പിന്നെ ഒരു മണിക്കൂർ ഇടവിട്ടൊക്കെ അവരെന്ത് ചെയ്യും, ഇത് വാച്ച് ചെയ്യും. ഒന്നുമില്ലല്ലോ. അപ്പൊ അവര് ഇതിൽ സ്റ്റോക്ക് കഴിഞ്ഞിട്ടുണ്ടോ, എന്താണ് അവസ്ഥ എന്നുള്ളത് നമ്മൾ അറിയിക്കും. അതുപോലെ ഇതിൽ വന്ന സ്റ്റോക്ക് അവരെ കമ്മ്യൂണിറ്റിയിലും ഈ ആളുകളെ അറിയിക്കും. വാട്സപ്പ് ഗ്രൂപ്പ് ആയിട്ട് അവരെന്ത് ചെയ്യും, ഇതില് സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് എന്നുള്ളത്. അത് നമ്മള് പുതിയ ഓരോ പ്രൊഡക്റ്റുകളും ഇങ്ങനെ മാറ്റി മാറ്റി ആയിട്ട് ടെസ്റ്റ് ചെയ്യും. ഏതിനാണ് ഇത് ചിലപ്പോൾ അവരെ അറിഞ്ഞോളുന്നില്ല, അവരെന്താ മറ്റെന്തല്ലാത്തതെന്നൊക്കെ ചോദിക്കും. പക്ഷെ നമ്മൾ മാറ്റി മാറ്റി അടിച്ചിട്ട് ഇതിൽ ഏതിനാണ് കൂടുതലുള്ള നോക്കിയിട്ട് അപ്പോൾ ആ ഏരിയക്ക് ഒരു ചെറിയൊരു ഐഡിയ നമുക്ക് കിട്ടും, ഏത് പ്രൊഡക്റ്റ് ആണ്, ഏത് ടൈപ്പ്. ഇപ്പൊ ഇന്ത്യയിൽ ഒരു ഡൈവേഴ്സിറ്റി ആണല്ലോ. ഫ്രഷ് വാട്ടർ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്, സീ ഫുഡ് ഉപയോഗിക്കുന്നവരുണ്ട്, ചിക്കൻ നോക്കുന്നവരുണ്ട്. അപ്പൊ ഫ്രഷ് വാട്ടർ ഫിഷ്, നമ്മളെ ബാക്ക് വാട്ടർ ഉണ്ടല്ലോ, കായലിലും ഇതിലൊക്കെ വളരുന്ന ഫിഷുകൾ, കോയലൊക്കെ വരുന്നത്. അപ്പൊ ടേസ്റ്റ് വ്യത്യാസമുണ്ട്. പിന്നെ അത് ചില ഇപ്പോൾ ബംഗാള് UP സൈഡിൽ നിന്നൊക്കെ വരുന്നവർക്ക് അതിൽ റോഹു, റൂപ്ചന്ദ്, പിന്നെ നമ്മുടെ കേരളത്തിൽ നിന്നുള്ളവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ കരിമീന്, ആലപ്പുഴ കരിമീന്, തിരുത, അത് ഐറ്റംസുകളൊക്കെ ഉണ്ടല്ലോ. പിന്നെ പക്ഷെ നോർത്ത് ഇന്ത്യയിൽ ഒരുപാട് ഫ്രഷ് വാട്ടർ ഫിഷ് കഴിക്കുന്നവരാണ്. അപ്പൊ അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ ഈ ട്രസ്റ്റ് സ്റ്റോറിലൂടെ പറ്റും. അതായത് ഏരിയയിലുള്ള ആ അപ്പാർട്ട്മെന്റിലൊക്കെ ഏത് ടൈപ്പ് ആളാണെന്നൊക്കെ നമുക്ക് ഒരു ബേസിക് സാധനങ്ങളൊക്കെ പിന്നെ എങ്ങനെ സ്റ്റോക്ക് ചെയ്യും. അത് ഈ നമുക്ക് അവിടെ ഒരു സിസ്റ്റം മറ്റേ ആപ്ലിക്കേഷൻ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ഇതിന് വരെ ഡാറ്റകളൊക്കെ നമ്മളെ ബാക്ക് എൻഡിൽ എന്താണ് വളരെ ക്ലിയർ കട്ടാണ്. അവിടെ എന്ത് വെച്ചു, എന്ത് സെയിലായി, എങ്ങനെയാണ് അതിന്റെ ഫീഡ്ബാക്ക്, പിന്നെ കസ്റ്റമർക്ക് ഫീഡ്ബാക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അതൊക്കെ വെച്ചിട്ട് നമുക്ക് കസ്റ്റമർ ഫീഡ്ബാക്ക് പറയുകയാണെങ്കിൽ കസ്റ്റമർ നല്ല ഫീഡ്ബാക്ക് വരുന്നുണ്ട്. അതിന് വേറെ പ്രശ്നം കൂടി ഉണ്ട്. ചില കസ്റ്റമർ നമ്മൾ ഫസ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്ത സമയത്ത് വീഡിയോ എടുക്കോ ഫോട്ടോ എടുക്കോ എന്നൊക്കെ ഒരു പേടി കൺസേൺ അറിയിച്ചു. അതായത് നമ്മൾ ചിലപ്പോ സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ട് അങ്ങനത്തെ ഒരു ഫാമിലി ആളുകൾ ചിലവരുണ്ട്. പക്ഷെ മറ്റു ചില ആളുകള് ഫോട്ടോ എടുത്തോളി, നമ്മൾ വീഡിയോ പറയാം, ഭയങ്കര ഹാപ്പി ആയിട്ട് പുതിയൊരു ഇനീഷ്യേറ്റീവ് ആകുമ്പോ കസ്റ്റമറെ ട്രസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു ബ്രാൻഡ് റെഡി ആകുമ്പോ അങ്ങനത്തെ കുറച്ച് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആളുകളുണ്ട്. ഐറ്റിലൊക്കെ വർക്ക് ചെയ്യണേ, വേറെ ഒരു ഫ്രസ്ട്രേറ്റഡ് ആയി വരുന്ന സമയത്താണ് ഈ ഫുഡ് കോർട്ടിലൊക്കെ വരുമ്പോൾ ഇങ്ങനെ ഒരു ആക്ടിവിറ്റീസ് കാണുമ്പോൾ അതിനോടൊക്കെ സഹകരിക്കുക എന്നൊക്കെയുള്ള മെന്റാലിറ്റി ഉള്ള ആളുകളും അവിടെ ഉണ്ട്. അത് നല്ല റിപ്പോർട്ട് കൂടുതൽ നിൽക്കണേ ഏർലി അഡാപ്റ്റേഴ്സ് ഒക്കെ ഭയങ്കര രസകരമായിട്ട് നിങ്ങളുടെ വൃത്തിയാക്കി ഒരു 100 മീറ്റർ അപ്പുറത്ത് പോയ കുറെ വേസ്റ്റും പരിപാടികളൊക്കെ ഉണ്ട്. പക്ഷെ ആ ഏരിയ നിങ്ങൾ ഭയങ്കര വൃത്തി നീറ്റാക്കിയിട്ടല്ല, അത് നിങ്ങളാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? അത് നമ്മളാ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നമുക്ക് ആളുകളെ കസ്റ്റമർ വരുന്ന സമയത്ത് ഒരു വൃത്തിയും പ്രീമിയം ആണല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മള് വൈറ്റ്ഫീൽഡ് ഔട്ട്ലെറ്റിന്റെ അടുത്ത്, വൈറ്റ്ഫീൽഡ് യൂണിറ്റിന്റെ അടുത്താണ് ഫുഡ് കോർട്ട് ഉള്ളത്. ഫുഡ് കോർട്ട് അവിടെ ഡാർക്ക് സ്റ്റോറും ഓഫ്ലൈൻ സ്റ്റോറുണ്ട് അവിടെ. അപ്പൊ ഈ ഇതിൽ ചിക്കൻ വെച്ചു നിങ്ങള്? ആ ചിക്കൻ ഉണ്ടായിരുന്നു. പിന്നെ മാറ്റി എഗ്ഗ് വെച്ച് നോക്കിയിട്ടുണ്ട്. എഗ്ഗ്, ചിക്കന്, പ്രോൺസ്, മാക്രല്, പല ഫിഷുകളും മാറ്റി ചെയ്തു മാറ്റി വെച്ചിട്ടുണ്ട്. ലിമിറ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല് കസ്റ്റമൈസ്ഡ് കട്ടുകള്
നമുക്കതിൽ പറ്റൂല. ബേസിക് പ്രൊഡക്റ്റുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിൽ വെച്ച്. അപ്പൊ ഈ സംഭവം ആൾക്കാർ നോക്കിയിട്ട് പിന്നെ ആപ്പിലേക്ക് വരുന്നുണ്ട്. അതിന് അഗേൻസ്റ്റ് നമുക്ക് ഡൗൺലോഡ്സ് വരുന്നുണ്ട്. നമ്മൾ കൂടുതൽ വേറെ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്തിട്ടില്ല. അത് ട്രാക്ക് ചെയ്യാൻ എന്തെങ്കിലും സാധനം ചെയ്തിട്ടുണ്ടോ അവിടെ? ഇല്ല, അതിലേക്ക് ഒരാൾ ആപ്പിന്റെ QR ഉണ്ട്. ആപ്പിന്റെ ഡീറ്റെയിൽസ് അവർക്ക് കിട്ടും. നമ്മളെ മയാസിലെ പ്രശ്നം അതൊക്കെ ആളുകൾ കീവേഡ് സെർച്ച് ചെയ്തിട്ടാണ് വരുന്നത്. വെബ്സൈറ്റിൽ ആളുകൾ വരുന്നുണ്ട്. അപ്പൊ ഈ വേറെ സംശയട്ടാ, ഇപ്പൊ നമ്മൾ പ്രോൺസ് ഒക്കെ വെക്കുന്ന സമയത്ത് ഒരു 500-600 രൂപ ഒക്കെ ഒരു പാക്കിന് മിനിമം ഉണ്ടാവില്ല? എത്ര റേറ്റ് വരിക? അതൊരു 520 റുപ്പീസ് ഒക്കെ വരുന്നുണ്ട് 1 kg. 1 kg ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ½ kg ആണ് അതിന്റെ നെറ്റ് വെയിറ്റ് ഗ്രോസ്. അപ്പൊ ഈ സാധനം കയ്യിൽ വെച്ചിട്ട് ആൾക്കാരുടെ എടുത്തു പോലെ പൈസ തരാതെ അതെങ്ങനെ പൈസ തരാളെന്ന് പരിപാടി ഉണ്ടോ? പൈസ തരാതെ പോകുന്ന ഒരു പരിപാടി നമുക്ക് അവിടെ വളരെ റയറാ. 95% എബോയും പേയ്മെന്റ് ചെയ്തിട്ട് പോകണമല്ലോ. പിന്നെ ഉള്ളവരെടുത്തവർ അവരെന്തെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ നമ്മൾ ഇതില് ഡിസ്കസ് ചെയ്യേണ്ട. അതിനകത്ത് ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഒരു QR കോഡ് ഉണ്ട്. നിങ്ങൾ നമ്മളെ ബോക്സ് ആണ്, ആ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്ത് നമ്മളൊരു QR കോഡ് ഉണ്ട്. അപ്പോൾ അവർ ഈ സാധനം എടുത്തിട്ട് അതിൽ ഡീറ്റെയിൽ ഒക്കെ ഉണ്ട്, അതിന്റെ പ്രൈസ് എങ്ങനെയാണ്, എന്താണ് പ്രൊഡക്റ്റ്, കാര്യങ്ങൾ മൊത്തം അതിനകത്തുണ്ട്. QR ഉണ്ടാവുക അല്ലെങ്കിൽ എഴുതി വെച്ചതാണോ? ഇതാണ് ലാബിലാണ്. എത്ര പ്രൈസ്, എത്ര ഗ്രാം, എന്താണ് പ്രൊഡക്റ്റ്, പാക്കിംഗ് ഡേറ്റ് സെയിം ഡേ പാക്കിംഗ് മാത്രമേ സെയിം ഡേ. ആ ഒരു പ്രോഗ്രാം നടക്കുന്നതിന് ഈ ബോക്സ് തുറക്കുമ്പോഴാണ് പേയ്മെന്റ് ഡേറ്റ് അതൊക്കെ അപ്പൊ പേ ചെയ്ത് പോവാറ്. അവർക്ക് കൺവീനിയൻസ് ആണ് നോക്കുന്നത്. ആ ഫുഡ് കോർട്ട് ചിലപ്പോൾ വരുന്ന സമയത്ത് വന്ന് നോക്കി വാങ്ങിപ്പോ എത്ര സമയം എടുക്കുന്നുണ്ട്? അത് അവര് ഡിസൈഡ് ചെയ്യുന്ന ഡിസിഷൻ ടൈമിംഗ് ആണ്. ഒരു 2 മിനിറ്റ് 1 മിനിറ്റ്. ശരിക്കും നമ്മളിപ്പോ ഒരു ഓഫ്ലൈൻ സ്റ്റോറിൽ വരികയാണെങ്കിൽ അവർക്ക് വീണ്ടും ടൈമിംഗ് കൂടും. അത്ര ടൈം വരില്ല. പക്ഷെ പ്രൊഡക്റ്റ് ലിമിറ്റഡ് ആണെന്നുള്ളൂ. പക്ഷെ ഇതിൽ അവർക്ക് ട്രസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മളെ ആപ്പിലോട്ട് അവർക്ക് വരാം. ആപ്പിൽ നിന്ന് അവർക്ക് വാങ്ങാൻ പറ്റും. ട്രസ്റ്റ് സ്റ്റോർ കണ്ടിന്യൂ ചെയ്യും. ട്രസ്റ്റ് നമ്മൾ കണ്ടിന്യൂ ചെയ്യും. നമ്മൾ പുതിയ ഏരിയയിലോട്ടൊക്കെ പോകുമ്പോൾ നമ്മൾ ഇത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് തന്നെ നമ്മളിത് കണ്ടിന്യൂ ചെയ്ത് പോകാമെന്ന് ഉദ്ദേശിക്കുന്നത്. നമുക്ക് വേറെ കൂടുതൽ ബേണിങ്സ് ഒന്നും ഇതിൽ വരുന്നില്ല. അതുകൊണ്ട് തന്നെ ആളുകൾക്കൊരു കൺവീനിയൻസും കൂടി ഉണ്ട്. ഇപ്പം നമ്മൾ അവരുടെ അപ്പാർട്ട്മെന്റിന്റെ പുറത്ത് വെച്ചു അവർ ബുക്ക് ചെയ്തിട്ടില്ലെങ്കിലും ജോലി കഴിഞ്ഞ് പോകുമ്പോൾ അതിലെന്താ പ്രൊഡക്റ്റ് ഉള്ള വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റ് എടുത്തിട്ട് പോകും. അതായത് പിന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഹ്യൂജ് ഡാറ്റ വരണ്ടാവില്ല. ഇപ്പോൾ ഇത്രയും ഓരോ ബോക്സിൽ ഓരോ സ്ഥലത്ത് പോകുന്നത്. അപ്പോൾ അത് വെച്ചിട്ടുള്ള സെയിം സാധനം ഒരു പാറ്റേൺ വെച്ച് സെറ്റ് ചെയ്യുകയാണെങ്കിൽ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോകുന്നതുകൊണ്ട് നമുക്ക് ബേണിങ്സ് വരാതില്ല. അപ്പോൾ നിങ്ങൾ ഈ ഡാറ്റ ബാക്ക് എൻഡിൽ നിങ്ങൾ എടുക്കുന്നുണ്ട് പറഞ്ഞല്ലോ. അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓഫീസിലെ സിസ്റ്റം ഇതൊക്കെ എങ്ങനെയാണ്? അപ്പോൾ ഓഫീസ് അവിടെ SOP ആണ്. അപ്പോൾ നമ്മളവിടെ ഓരോ ആളുകൾക്കും ഡെഡിക്കേറ്റ് ചെയ്ത് വർക്കുകളുണ്ട്. എല്ലാ പ്രോസസ്സിനും SOP സെറ്റാണ്. അപ്പോൾ ആദ്യം അവര് കാര്യങ്ങള് വായിച്ച് മനസ്സിലാക്കി പഠിച്ചതിന് ശേഷം ജോലി എത്രാമത്തെ ദിവസം ജോയിൻ ചെയ്യാ? പിന്നെ വർക്ക് ഓഫീസിലുള്ളവർക്കൊക്കെ ഈസിയാണ്. പെട്ടെന്ന് HR-ന്റെ JD ഉണ്ട്. HR നമുക്ക് വിർച്വലാണ്. നമ്മൾ മിനിമം പരിപാടിയിലുള്ള HR പ്രോസസ് അവിടെ നടക്കും. HR-ന്റെ പ്രോസസ്സ് അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ അവര് വെർച്വൽ ആണെങ്കിൽ അപ്പൊ അവരെന്താ അങ്ങനെ വെർച്വൽ കയറാൻ? നമ്മൾ ബേണിങ്സ് കുറക്കാന്നുള്ളതുകൊണ്ട് തന്നെ അവർക്കും തന്നെ എന്തുണ്ട് ഒരു സ്റ്റാർട്ടപ്പിന്റെ ഭാഗം താല്പര്യപ്പെടുന്ന ഒരുപാട്. എന്ത് പ്രൊഫൈലുള്ള ആളാണ് HR ആയിട്ടുള്ളത്? വേറെ വർക്ക് ചെയ്യുന്ന ആളാണ്. 7 വർഷം HR-ലെ എക്സ്പീരിയൻസ് ആളാണ്. 1 ലക്ഷം രൂപ സാലറി കൊടുക്കേണ്ട ആളുകളാണ് വളരെ. പക്ഷെ നമുക്ക് നമ്മളെ പ്രോസസ്സ് നടക്കും. അവർക്കും തന്നെ ഇൻട്രസ്റ്റഡ് ആണ്. നമുക്ക് ചെറിയ ടൈമാണ് HR-നൊക്കെ പ്രോസസ്സ് വരുന്നുള്ളൂ. ബേണിങ്സ് വളരെ ചെറിയ ടൈം മതി ഒരു ദിവസം അവർക്ക്. ഓഫീസിൽ ഏകദേശം ഒരു 7 സ്റ്റാഫാണ്. മൊത്തം 25 സ്റ്റാഫ് നമുക്ക് ഇപ്പോൾ. അപ്പൊ ഈ SOP ഓഫീസിൽ മാത്രമേ അല്ലെങ്കിൽ ഓഫ്ലൈൻ ഡാർക്ക് സ്റ്റോറിലൊക്കെ SOP ഉണ്ട്? എല്ലാ സെക്ഷനായിട്ട് എല്ലാ ഭാഗത്തും SOP എത്തിയിട്ടുണ്ട്. ഡാർക്ക് സ്റ്റോറിനുണ്ട്, ഓൺലൈൻ സ്റ്റോറിനുണ്ട്. ഈവൻ ഡെലിവറി ബോയ് വരികയാണെന്നെങ്കിൽ അതൊക്കെ പെട്ടെന്ന് മാറിപ്പോണ പരിപാടിയാണ്. അതിനും SOP ഉണ്ട്. അവർക്ക് കറക്റ്റ് നമ്മളൊരു വീഡിയോ റെക്കോർഡ് ഉണ്ട്, കറക്റ്റ് പ്രോസസ്സ് ഉണ്ട്. അതിലൊരു ഫസ്റ്റ് പ്രോസസ്സാണ് വീഡിയോ റെക്കോർഡ് കാണുക എന്നുള്ളത്. ഈ ആളുകൾ വന്നു കഴിഞ്ഞാല് അപ്പം അതെന്താ അങ്ങനെ കാണേണ്ട ആവശ്യം? ട്രാക്കിങ്ങിന്റെ ആപ്പ് ഉണ്ട്. പക്ഷെ ഈ ആപ്പിന്റെ ഉപയോഗം എങ്ങനെ നമ്മൾ പറഞ്ഞു കൊടുക്കാൻ നിൽക്കുമ്പോൾ ഓരോ ദിവസം മാറുന്നതിനൊക്കെ പറഞ്ഞു കൊടുക്കണ്ട. അപ്പൊ അത് അവർക്ക് കറക്റ്റ് ഈ ആപ്പിന്റെ ഉപയോഗം എങ്ങനെയാണ്. ഒരു പുതിയ അപ്പാർട്ട്മെന്റിൽ അവർ പോകുമ്പോൾ അവർക്ക് അവിടെ കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്. എൻ്റർ ആവാൻ പ്രീമിയം അപ്പാർട്ട്മെന്റിലേക്ക് പോകുമ്പോൾ സെക്യൂരിറ്റി എൻട്രി കുറച്ച് പ്രൊസീജിയറുകളുണ്ട്. അവിടെ സെക്യൂരിറ്റിക്ക് നമ്മൾ നമ്പർ കൊടുക്കണം. സെക്യൂരിറ്റിൻ്റെക്ക് നമ്മൾ ഫോട്ടോ എടുക്കും. അത് കഴിഞ്ഞിട്ട് ടവറിന് എങ്ങനെ ഇത് ചെയ്യണം, ഗേറ്റ് പാസ് ഈ കസ്റ്റമർ അപ്രൂവൽ കൊടുക്കണം. അപ്പൊ അങ്ങനത്തെ പ്രോസസ്സൊന്നും നമ്മുടെ നാട്ടിൽ നിന്ന് വരുമ്പോൾ
പുതിയ ആളുകൾക്ക് ചിലപ്പോൾ നിങ്ങളെ മറ്റേ ബാംഗ്ലൂർ കറങ്ങാൻ അവർക്ക് ഇത് അറിയില്ലല്ലോ. അപ്പൊ അവർക്ക് ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതിനൊക്കെ പ്രോസസ്സ് പക്ക സെറ്റ് ചെയ്ത്. അപ്പൊ ശരിക്കും ബാംഗ്ലൂർ കറങ്ങാന്നുള്ളവരെ ഒരാഴ്ച മറ്റേ ഡെലിവറി പോയിന്റ് ഒപ്പം കറങ്ങിയാൽ തന്നെ ബാംഗ്ലൂർ കാണും. അതിന് പുറമേണ് നമ്മളെ പാക്കേജും കൂടി വരുന്നത്. ബേസിക് കറങ്ങൽ അവർ ഇത് കറങ്ങൽ തന്നെ പണി. അപ്പൊ ഒരു 6 മാസമൊക്കെ എഗ്രിമെന്റ് ചെയ്യിപ്പിക്കും ഓലെ കൊണ്ട്? അതൊന്നുമില്ല, കറങ്ങാൻ വരുന്നവന് കറങ്ങാൻ ഒരു 3 മാസം മാക്സിമം നോക്കും. ഒരു ഡെലിവറി 3 മാസം മതി നിങ്ങൾക്ക് കറങ്ങാൻ വരുന്ന 3 മാസം മതി. ജോലിക്കായിട്ട് പിന്നെ വരുന്നവനാണ് പിന്നെ എന്ത് ചെയ്യണം 6 മാസം 8 മാസം. അതായത് ഇത് ഡെലിവറിക്ക് വരുന്നവൻ ഒരിക്കലും ഒരു സ്ഥിരം ജോലിക്കാരനല്ല നിങ്ങൾക്ക് അറിയാം. അത് നമ്മൾ അവരെ ലോക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സ്വപ്നങ്ങളായിട്ട് വരുന്ന നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. പുതിയ സ്വപ്നങ്ങളായിട്ട് ബാംഗ്ലൂരിലോട്ട് വരുന്ന എക്സ്പ്ലോർ ബാംഗ്ലൂരൊക്കെ വന്നിട്ട് അതൊക്കെ ചെയ്ത് അവർ ഇതൊക്കെ സ്ട്രഗിൾസ് ഒക്കെ മനസ്സിലാക്കി അവരെന്തെങ്കിലും പരിപാടിക്ക് പോകുമ്പോൾ നമുക്കും പറയാലോ നമ്മളടുത്ത് അവരുണ്ടായിരുന്നു. അത് ഇത് ഞാൻ ചോദിക്കാൻ കാരണേ, നിങ്ങളടുത്തൊരു പുതിയ ആശയമൊക്കെ ചെയ്യുന്ന ഒരാള്, ഒരു കമ്പനി സെക്രട്ടറിക്ക് പഠിക്കുന്ന ഒരാള് നിങ്ങളിത്തോടെ വന്നതെന്ന് പറഞ്ഞു. അപ്പോ അതെന്ത് ശരിക്കും ഉണ്ടായത്? കമ്പനി സെക്രട്ടറി വന്നത് അവന് ഇന്ത്യനും വലിയ സ്വപ്നമായിട്ട് നടക്കുന്ന ആളാണ്. ഒരു പ്രൊജക്ട് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ MVP പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ എവിടെ ചെറിയൊരു സ്റ്റെക്ക് വന്ന സമയത്താണ് നമ്മളെ അടുത്തേക്ക് വരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ എനിക്ക് എന്ത് ചെയ്തോ, ബാക്കി സ്റ്റാഫുകളെ പോലെ അല്ല ഈ ഒരു ഭയങ്കര ഉദ്ദേശത്തോടു കൂടി വന്ന ആളാ. ഈ എന്റെ ഡ്യൂട്ടി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ബാക്കി കാര്യങ്ങൾ പറഞ്ഞ് കേട്ട് മനസ്സിലാക്കണം. അപ്പൊ അവന് ഡെലിവറിക്ക് പോകുന്നുണ്ട് ഓഫീസിൽ. വേറെ എന്തിനാ ഇവിടെ വരുന്നതിന് മുമ്പ് പരിപാടി? അവന് വേറെ കൊച്ചിയിലെ പരിപാടിയായിരുന്നു. പക്ഷെ എന്തായിരുന്നു പരിപാടി? അവന് സ്റ്റാർട്ടപ്പ് നമ്മളെ ന്യൂട്രീഷൻ ബാർ, പിന്നെ അതുപോലെ തന്നെ അതിൽ എക്സ്പീരിയൻസ് ഉണ്ട് അവർക്ക്. അതിലൊന്നും എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ ന്യൂട്രീഷൻ ബാർ, ന്യൂട്രീഷൻ സ്നാക്സിലൊക്കെയാണ് അവൻ ഒരു പ്രൊഡക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിനൊക്കെ SOP അതിന്റെയൊക്കെ ഇത് MVP ലെവലില് ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിൽ സ്റ്റെക്ക് വന്നപ്പോ ഒന്നാണ്. അപ്പൊ നമ്മൾ അവനോട് പറഞ്ഞിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാല് ഈ എന്റെ ഡ്യൂട്ടികൾ കഴിഞ്ഞാലും ബാക്കി നമ്മൾ ഓപ്പറേഷൻ ഹെഡ് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യണം. പഠിക്കാനുള്ള മാക്സിമം പഠിച്ചിട്ട് പോണം. സ്വപ്നമുള്ളവരെ വരുമ്പോ നമുക്കൊരു പ്രത്യേക രസമാണ്. അപ്പോൾ ഇപ്പോ നമ്മൾ കഴിഞ്ഞ പോഡ്കാസ്റ്റ് ഷൂട്ട് ചെയ്ത് നമ്മൾ പബ്ലിഷ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മളതിന്റെ സ്റ്റോറി ഇട്ടപ്പോൾ നിങ്ങൾക്ക് എന്തോ ഒരു ഇവന്റിനൊക്കെ പോയി അറിയാതിരുന്നത്? അത് ഞാനൊരു 12 വർഷം എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ചെയ്തെന്നുള്ളത് എനിക്കും നിന്റെ നാട്ടുകാർക്കും അറിയുള്ളൂ. നമ്മളെ ഇന്ന അറിയുന്ന ആളുകൾക്കറിയാം. ജമാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജമാലിന്റെ പരിപാടി നമ്മൾ സ്റ്റാർട്ടിങ് മുതലേ എക്സ്പോർട്ട് ആയതുകൊണ്ട് കരിയർ സ്റ്റാർട്ട് ചെയ്ത് തന്നെ ഇതിലാണ്. അതുകൊണ്ട് തന്നെ ഇന്ന അറിയുന്ന ആളുകൾക്കറിയാം ഫിഷ് എക്സ്പോർട്ടിന്റെ പരിപാടിയായിരുന്നു. അങ്ങനെ നമ്മളത് പുറത്ത് വേറെ ആരും കൂടുതൽ അറിയില്ല. അപ്പൊ നിങ്ങൾ അന്ന് ബ്രോഡ്കാസ്റ്റ് ചെയ്തപ്പോഴാണ് അത് കൂടുതൽ ആളുകളിലേക്ക് അറിഞ്ഞത്. അങ്ങനെ കേരളത്തിലെ നമ്മളെ എക്സ്പോർട്ട് പ്രൊമോഷൻ എന്ന് പറഞ്ഞിട്ട് ഇൻക്യുബേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടീം കൊച്ചിയിലാണ്. അതൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യണം. ഒരു എക്സ്പോർട്ടിന്റെ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ ഫസ്റ്റ് പ്രോഗ്രാം ഇത്ര എക്സ്പീരിയൻസ് ഉള്ള ഒരാള് 18 വയസ്സ് തുടങ്ങിയ ആള് വേറെ ഉണ്ടാവില്ല. അവിടെ വേറെ ആരൊക്കെ വന്നിരുന്നു? അവിടെ വേറെ അന്ന് 19 വയസ്സിൽ മറ്റേ ബനാന എക്സ്പോർട്ട് ചെയ്തവനുണ്ട്. അവരൊക്കെ ഫസ്റ്റ് സ്റ്റേജിലാണല്ലേ. വെജിറ്റബിളിന്റെ ചെയ്തൊരു എക്സ്പീരിയൻസിൽ എത്തിയിട്ടില്ല. 12 വർഷം എക്സ്പീരിയൻസിലുള്ള എക്സ്പോർട്ട് ചെയ്തവര്, ചെറിയ പ്രായത്തിലുള്ളവര്, ഇന്ത്യനായിട്ട് കൂടുതൽ പ്രായത്തിൽ ചെയ്തിട്ടുണ്ട്. ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണെന്നുള്ളത് സോഷ്യൽ മീഡിയ വന്നപ്പോഴാണ് നമുക്ക് എൻക്വയറി വന്നു തുടങ്ങിയത്. അവരെ നമ്മളെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടി വിളിച്ചതാണ്. എന്താണ് ഞാൻ റിയൽ സാധനം അവിടെ പറഞ്ഞിട്ടുള്ളൂ. അതിൽ കൂടുതൽ എക്സ്പോർട്ടിനെ കൂടുതൽ ഇതാക്കുന്ന രീതിയിൽ കൂടുതൽ പൈസ പോയ കഥ ആൾക്കാർക്ക് ഉണ്ടാവുള്ളൂ. അത് ഇതിന്റെ ബാക്കിൽ നോക്കുമ്പോൾ വന്ന കുറെ ആൾക്കാർ പൈസ പോയിട്ട് എങ്ങനെയാണ് ഇത് റിവേഴ്സ് ചെയ്യാൻ അറിയാൻ വേണ്ടി വന്നവരാണെന്നുണ്ട്. കൂടുതൽ പഠിക്കാൻ വേണ്ടി വന്നവരാ എക്സ്പോർട്ട് എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ ഞാൻ അതിനെ മനസ്സിലാക്കിയത് ആ പ്രോഗ്രാമിൽ വന്ന ആളുകൾ തന്നെ ഒരു കമ്മ്യൂണിറ്റി അവർ ബിൽഡ് ചെയ്യുന്നത്. അവരെന്നെ നല്ല രീതിയിൽ അങ്ങോട്ടും കണക്ട് ആയി കഴിഞ്ഞാൽ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ആവും. ബയേഴ്സ് ഇല്ലാത്ത ആളുകൾ അവിടെ ഉണ്ട്. ബയേഴ്സ് ഉണ്ട്, പ്രൊഡക്റ്റ് ഇല്ല. പ്രൊഡക്റ്റ് ഉണ്ട്, ബയേഴ്സ് ഇല്ല. പിന്നെ അങ്ങോട്ട് കണക്ട് ചെയ്താൽ തന്നെ കുറെ പരിപാടികൾ കുറച്ച് നടക്കും. ഒരു കമ്മ്യൂണിറ്റി ഫെസിലിറ്റീസ് ചെയ്യുന്നവരുണ്ട്. അപ്പൊ അവരായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ തീരുന്ന ചില പ്രശ്നങ്ങളുണ്ട്. ഇത് ഇനീഷ്യലി എങ്ങനെയാണ് ഇനീഷ്യേറ്റ് ചെയ്യേണ്ടതെന്നുള്ള അറിയാത്ത ആളുകൾക്ക് അവരെ കണക്ട് ചെയ്ത് കഴിഞ്ഞാല് ഒരു തുടക്കം കിട്ടും. പിന്നീട് ഇവരെ പേപ്പർക്കും കാര്യങ്ങൾക്കും മെർച്ചൻഡൈസൊക്കെ മാറ്റിയാൽ മതി. തുടക്കം കിട്ടാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ ഈ അവരെ സർവീസ് പ്രൊവൈഡേഴ്സ് ഉണ്ടായിരുന്നു അവിടെ. അതുപോലെ തന്നെ ഈ കമ്മ്യൂണിറ്റിയിൽ വന്ന ഒരുപാട് ആളുകൾ, ചിലർക്ക് പ്രൊഡക്റ്റ് നന്നായിട്ടുണ്ട്, ചിലർക്ക് ബയേഴ്സ് കണക്ഷൻ ഉണ്ട്. അവരെന്നെ ആ കമ്മ്യൂണിറ്റി അങ്ങോട്ടോട്ട് നല്ല രീതിയിൽ ലേഡീസും കൊച്ചിയില് ഹെഡ്ജിന്റെ ഒരു കഫേ
അവിടെ ഒരു സ്ഥിരമായ ഇവന്റ് നടക്കുന്ന ഇങ്ങനത്തെ അവിടെയാണ് പരിപാടി നടന്നത്. നല്ലൊരു ഇവന്റ് ആയിരുന്നു. കാരണം വെച്ചാൽ ഈ ഒരു എക്സ്പോർട്ട് ഇൻഡസ്ട്രിയിൽ അങ്ങനെ ഒരു പുതുതായിട്ട് കിട്ടാത്തൊരു സാധനം ഇപ്പോഴുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് കിട്ടും. ഞാൻ ഇത് പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് നമുക്ക് ആദ്യം ഒരു എൻക്വയറി വന്നു എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് നമുക്കൊരു ഐഡിയ ഇല്ല. നമ്മളെ ഫാമിലി ഫ്രണ്ട് നിന്ന് വന്നതാണ് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി നോക്കി പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ചെറിയൊരു ക്യാഷായിട്ട് തൂത്തുക്കുടിക്ക് പോയി. അവിടെയാണ് കൂടുതൽ എക്സ്പോർട്ടേഴ്സ് ഉള്ളത്. എൻ്റെ ഫാമിലിക്ക് ആളുകൾക്ക് അന്ന് മീൻ എക്സ്പോർട്ട് വരുന്നത് തൂത്തുക്കുടിയിൽ നിന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കൊരു ഒറ്റ ടച്ച് പോയിന്റ് അതേ ഉള്ളൂ, തൂത്തുക്കുടി എന്നുള്ളൊരു സാധനം. അപ്പോൾ ഇവിടുന്ന് കോയമ്പത്തൂർ പോയി. കോയമ്പത്തൂർ നിന്ന് ഡയറക്റ്റ് ട്രെയിനുള്ളൂ. അങ്ങനെ അന്ന് തൂത്തുക്കുടിയിൽ നിന്ന് മലബാറിൽ നിന്ന് എത്താൻ കുറച്ച് ടാസ്ക്കാണ്. ഡയറക്റ്റ് ട്രെയിനോ ബസ്സോ ഇല്ല. അപ്പോൾ നമ്മൾ കോയമ്പത്തൂർ പോയി. കോയമ്പത്തൂരിൽ നിന്ന് ഒരു കണക്ഷൻ ലിങ്ക് ട്രെയിൻ ഉണ്ട്. അതിൽ തൂത്തുക്കുടി പോയി ഇറങ്ങി അവിടെ കടപ്പുറത്ത് പോയി. അപ്പൊ ഈ മീനുകൾ നല്ലോണം അവിടെ വരുന്നുണ്ട്. നമുക്ക് മനസ്സിലായി ഈ സാധനം നാട്ടിൽ കാണുന്നില്ല, നമ്മൾ ആദ്യമായിട്ട് കാണാം. അതായത് ഇവിടെ മീനുണ്ട്, പക്ഷെ ഇത് മാനേജ് ചെയ്യാൻ എങ്ങനെയൊന്നും അറിയില്ല. അപ്പൊ അറിയുന്ന ആൾക്കാർ ഒരു കോർപ്പറേറ്റ് ലെവൽ പോലെ ഓല പരിപാടി പറ്റി മാത്രം നടക്കുന്നുണ്ടോ. അപ്പൊ മീൻ എടുക്കുന്ന ആളുകളെ നമ്മൾ നോക്കാൻ തുടങ്ങി. അങ്ങനെ മീൻ എടുക്കുന്ന ആളുകളൊക്കെ കിട്ടി. മനസ്സിലായപ്പോ പിന്നെ അവര് നമ്മൾ പറഞ്ഞു നമുക്കൊരു ഓർഡർ ഉണ്ട്, അത് ഇവിടുന്ന് എന്താണ് എക്സ്പോർട്ട് ചെയ്യണം. അപ്പോൾ അവരെ സംബന്ധിച്ച് ഈ പ്രോസസ്സ് ഓൾറെഡി ചെയ്യുന്നുണ്ട്. ഇവർ പർച്ചേസ് ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കി. നമുക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റ് കൂടുതൽ ആരാ പർച്ചേസ് ചെയ്യണം നോക്കിയിട്ട് അവരെ പിക്ക് ചെയ്ത്. അപ്പോൾ അവർക്ക് ഈസിയാണ്. അവരെ സംബന്ധിച്ച് പുതിയൊരു ബയ്യറെ കിട്ടിയ ഇൻട്രസ്റ്റോട് കൂടിയിട്ട് അവർ നമ്മളെ ട്രീറ്റ് ചെയ്തു. നമ്മൾ അവർക്ക് ഓർഡർ കൊടുത്തു, ഷിപ്മെന്റ് ചെയ്തു. അപ്പോൾ നമ്മൾക്ക് ഇന്നെ ഏൽപ്പിച്ച ടീമിന്, ഇതിന്റെ ബ്രദറിനെ ഏൽപ്പിച്ച ടീമിന് ഷിപ്മെന്റും കിട്ടി. പരിപാടി സിമ്പിൾ ആയിട്ട് പ്രോസസ്സായി. പിന്നീടാണ് നമ്മള് ഈ എക്സ്പീരിയൻസ് നിങ്ങൾ അവിടെ ഷെയർ ചെയ്തില്ല. പിന്നീടാണ് നമ്മൾ എന്ത് ചെയ്തത്, നമ്മള് ഇത് എങ്ങനെ മെർച്ചന്റ് ലൈസൻസ് എടുക്കാനും കാര്യങ്ങളൊക്കെ ചെയ്ത് ഓരോ അല്ലാതെ ഒറ്റയടിക്ക് നമ്മള് വീണ്ടും നമ്മളെ ഇതിലേക്ക് വരാം. ഇപ്പൊ ഈ അംബാസിഡർ പ്രോഗ്രാം എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഈ അംബാസിഡർ പ്രോഗ്രാമിലേക്ക് ഒരാൾ വരണമെന്നുണ്ടെങ്കിൽ അയാൾ എന്താ ചെയ്യേണ്ടത്? അംബാസിഡർ പ്രോഗ്രാമിലേക്ക് വരാന് ഓർക്ക് നമ്മളെ ടച്ച് പോയിന്റിൽ നമ്മളെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, പിന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നമ്മളെ കോൺടാക്ട് ഉണ്ട്, പിന്നെ മെയിൽ ID ഉണ്ട്. ഇതിലൊക്കെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെ ടീമിനായിട്ട് ബന്ധപ്പെടാൻ പറ്റും. അപ്പോൾ അവർക്ക് ചെറിയൊരു ട്രെയിനിങ് കൊടുക്കും, ഇതാണ് പ്രോസസ്സ്, കാര്യങ്ങൾ എന്നൊക്കെ ഉള്ള. അപ്പോൾ ഈ അംബാസിഡർ പ്രോഗ്രാം എന്നുള്ളത് ഞാനിതിൻ്റെ വേറൊരു ഭാഗം ചോദിക്കണേ, ശരിക്കൊരു ബൾക്കോട്ട് എടുക്കാനുള്ള ഒരു ഐഡിയ അല്ല നിങ്ങൾ? അത് മെയിനായിട്ട് അവയർനെസ് ആണ്. നമുക്കൊരു ടച്ച് പോയിന്റ് ഈ കസ്റ്റമറെ കമ്മ്യൂണിറ്റിയിൽ കിട്ടും എന്നുള്ളതും അവർ മുഖാന്തരം. അതായത് ഇപ്പോൾ ഒരു 500 അപ്പാർട്ട്മെന്റ് ഉള്ളൊരു ഫ്ലാറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടുന്ന് എന്ത് ചെയ്യും, ഒരൊറ്റ ആള് മതി ശരിക്കും അവരുടെ എല്ലാ 500 ഒക്കെ ഉള്ളിടത്ത് നമുക്ക് ഒരാൾ മതി. മറ്റോടത്തൊക്കെ എന്ന് പറഞ്ഞാൽ 4000 5000 ഒക്കെ ഉള്ളിടത്ത് പല കമ്മ്യൂണിറ്റികളുണ്ട്. നോർത്ത് ഇന്ത്യ ഉണ്ടാവും, സൗത്ത് ഇന്ത്യ ഉണ്ടാവും. അപ്പോൾ അതിനൊക്കെ അവർ ചെറിയ എന്തുണ്ട് ഓരോ അസോസിയേഷൻസ് ഉണ്ട്. അപ്പൊ അതിനൊക്കെ ഉള്ള ഓരോ ആളുകളൊക്കെ പിക്ക് ചെയ്ത് അസോസിയേഷൻ പ്രസിഡന്റുമാരാണ് അതിന്റെ പിക്ക് ചെയ്ത്. അല്ല, പ്രിവിലേജ് ആണ്. നമ്മളായിട്ട് ടച്ച് പോയിന്റ് അവരാളുള്ളത്. മറ്റു പലർക്കും നമ്മൾ അറിയണമെന്നുണ്ടാവും, പക്ഷെ നമ്മളെ കമ്പനീന്റെ ആളുകളായിട്ടൊക്കെ കൂടുതൽ ടച്ച് പോയിന്റിൽ ഇവരെ പാർട്ണർ ആളുകളുണ്ട്. സാലറി എങ്ങനെയാണ് വരുന്നത്? അവർക്ക് അതിന്റെ വർക്ക് ചെയ്യുന്ന കമ്മീഷൻ മോഡലാണ്. ചെറിയ അവർക്കൊരു ചെറിയൊരു ഏണിങ്സ് പോലെ. അതിലേറെ ആളുകൾ എന്റർടൈൻ ചെയ്യേണ്ടത് എന്തൊരു ഭാഗത്ത് എൻഗേജ് ചെയ്യാന്നുള്ളതാണ്. കുറച്ച് പ്രായ ആളുകളൊക്കെ ഒരു സിസ്റ്റത്തിൽ എൻഗേജ് ചെയ്യാ എന്നുള്ളൊരു. അപ്പൊ ഇതില് മറ്റേ സബ്സ്ക്രിപ്ഷൻ മോഡലിൽ സാധനം വാങ്ങുന്ന ആൾക്കാരുണ്ടോ? മോർണിംഗിൽ സാധനം എത്തിക്കുന്ന അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ സബ്സ്ക്രിപ്ഷൻ മോഡൽ ഇപ്പൊ നമ്മള് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതാണ് ഇനിയിപ്പോ വന്നുകൊണ്ടിരിക്കുന്നത്. അതില് ഇപ്പൊ നമ്മള് നിത്യോപയോഗത്തിനുള്ള ചില പ്രൊഡക്റ്റുകൾ, ഇപ്പൊ ഒരാൾക്ക് ചിലർക്ക് കൺസേൺ ഉണ്ടാവും, ഇത്ര പ്രോട്ടീൻ ആഴ്ചയിൽ കഴിക്കണം, ഇത്ര എഗ്ഗ് വേണം, ഇപ്പൊ ചിക്കൻ്റെ ബ്രസ്റ്റ് എത്ര വേണം, പിന്നെ ഫിഷിൻ്റെ ഇത്. അപ്പൊ അതിനുള്ള പാക്കേജ് നമ്മൾ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുക. ഇത് ഷെഫ് അങ്ങനെ പ്രോട്ടീൻ ഇതുമായി ബന്ധപ്പെട്ട ആരെങ്കിലും അല്ല, ഇത് നമ്മൾ ബേസിക് കോമൺ നീഡുകളുണ്ട്. ഇപ്പൊ ജിമ്മിന് പോകുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഇത്ര ബ്രസ്റ്റ് ചിക്കൻ ബ്രസ്റ്റ് കഴിക്കും എന്നുള്ളതും എഗ്ഗ് ഇത്ര കഴിക്കണം എന്നുള്ളതും. അപ്പൊ അതിനുള്ളൊരു പാക്കേജ് മിനിമം, അതിന്റെ ബ്രെഡ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. അപ്പൊ അത് എന്ത് ചെയ്യും, പറഞ്ഞുതരും. നമ്മളെ കൂട്ടത്തിലും ജിമ്മിന് ആക്റ്റീവ് ആയിട്ടുള്ള പിള്ളേരുണ്ടല്ലോ, ഓഫീസിലുള്ളവര്. അപ്പൊ അവരുടെ മുഖാന്തരം നമ്മള് ഡാറ്റകള് എടുക്കും. അപ്പൊ അതിന് ഓരോരുത്തർക്ക് ട്രെൻഡ് വ്യത്യാസമുണ്ട്. പിന്നെ സ്കൂൾ പോകുന്ന ചെറിയ കുട്ടികൾക്ക് ഉള്ളതാണെങ്കിൽ നാടൻ മുട്ട വേണം. അപ്പോ നാടൻ മുട്ട എങ്ങനെ സോഴ്സ് ചെയ്യും? നാടൻ മുട്ട നാട്ടിൽ നിന്ന് നമുക്ക് സോഴ്സ് ചെയ്യും. കറക്റ്റ് പ്യുവർ ആയിട്ടുള്ള സാധാരണ വീടുകളിൽ വളർത്തി നമ്മൾ കളക്ട് ചെയ്തിട്ട് വാട്സാപ്പിലും ഇവിടെ ഒക്കെ ഏജൻസി വെച്ച് കളക്ട് ചെയ്തിട്ട് ആ സാധനം കൊണ്ടുപോയിട്ട് കൊടുക്കാം. അപ്പൊ ഈ ബാംഗ്ലൂർ കറങ്ങാൻ വരുന്ന ആൾക്കാരാണ്, സംരംഭമൊക്കെ ചെയ്യാൻ ഇതിനൊക്കെ ആയിട്ട് വരുന്ന ആൾക്കാരുണ്ടല്ലോ, അവരെങ്ങനെയാണ് കോണ്ടാക്ട് ചെയ്യേണ്ടത്? അവര് നമ്മളെ ടച്ച് പോയിന്റിൽ ഗൂഗിൾ സെർച്ച് ചെയ്താൽ കിട്ടും. പിന്നെ മെയിൽ ID ഉണ്ട്, info
@myazrefresh കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫിൽട്രേഷൻ ഒക്കെ ചെയ്തിട്ട് ഫിൽട്രേഷൻ ചെയ്തിട്ട് എടുക്കുള്ളൂ. വെറുതെ ഒരു ഇതിന് വരുന്നവർ എടുക്കൂല. അവർക്കൊരു ബേണിംഗ് ഡിസയർ ഉണ്ടായിരിക്കണം. അങ്ങനെയാണ് നമ്മൾ എടുക്കും. ഓക്കെ. അപ്പോൾ അടുത്ത എന്താണ് ഈ ട്രസ്റ്റ് സ്റ്റോർ ഏതൊക്കെ ഏരിയയിലാണ് ഇമ്മീഡിയറ്റ്ലി വരാൻ പോകുന്നത്? ട്രസ്റ്റ് സ്റ്റോർ നമ്മൾ ഇനി പോകാൻ ഉദ്ദേശിക്കുന്ന ചില ഏരിയകളുണ്ട്. ആ ഏരിയകളിലോട്ടാണ് ഈ പ്രോഗ്രാം ഫസ്റ്റ് നമ്മൾ വൈറ്റ് ഫീൽഡിലുണ്ട്, വർത്തൂർ, കുഞ്ചൂർ ഏരിയയിലുണ്ട്. HSR നമ്മൾ ലൊക്കേഷൻ എടുത്തിട്ടുണ്ട്. BTM ഒരു ലൊക്കേഷൻ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതൊക്കെ ഈ ആസ് സൂൺ ആസ് പോസിബിൾ എന്ന് പറഞ്ഞെങ്കിൽ അതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ പോഡ്കാസ്റ്റിൽ 4 സ്ഥലം നോക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ 2 സ്ഥലം കിട്ടിയിട്ടുണ്ട്. 2 കൊണ്ട് ഇത്ര ഫാസ്റ്റ് ആയി. 2 സ്ഥലം കിട്ടിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ബേണിങ്സ് ഇല്ലെങ്കിലും നിങ്ങൾ വെരി ഫാസ്റ്റ് നിങ്ങൾ സ്കെയിൽ ചെയ്യാൻ നമ്മൾ പെട്ടെന്ന് സ്കെയിൽ ചെയ്യാനുള്ള പരിപാടിയിലാണ്. നമ്മൾ ഡിലേ ആക്കിയിട്ട് കാര്യമില്ല. പക്ഷെ ബേണിങ്സ് വളരെ കുറവാണ്. അതായത് ബേണിങ്സ് കുറഞ്ഞിട്ട് സ്കെയിൽ ചെയ്യുള്ളൂ. അതായത് ഓരോ ഏരിയയിലും ഇപ്പൊ നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കസ്റ്റമർ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തി, ഇത്ര കസ്റ്റമർ വാങ്ങാൻ റെഡിയാണ്, അവിടെ ബേണിങ്സ് ഇത്ര വരുള്ളൂ, ഇത്ര കസ്റ്റമർ അക്യൂർ ചെയ്യാനുള്ള ഓപ്ഷൻ എന്നൊക്കെ കറക്റ്റ് ഡാറ്റ കിട്ടിയിട്ട് മാത്രമേ ചെയ്യുള്ളൂ. അത് മിനിമം ലെവലിൽ ഫസ്റ്റ് ചെയ്യുള്ളൂ. ഫസ്റ്റ് റൗണ്ട് മിനിമം ലെവലിൽ ചെയ്തിട്ട് ആ ഒരു ഇപ്പോൾ ഒരു ഡാർക്ക് സ്റ്റോർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരു 50-100 ഓർഡറിന്റെ കപ്പാസിറ്റിയാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിലോട്ട് ഒരു 75 എത്തുമ്പോഴാണ് നമ്മൾ വലിയ യൂണിറ്റിക്ക് മാറുള്ളൂ. അപ്പൊ നമുക്ക് നിലവിൽ വലിയ യൂണിറ്റ് ഉണ്ട്. അങ്ങനത്തെ യൂണിറ്റുകൾ ഇത് എങ്ങനെ നിങ്ങൾ നേരിട്ടാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ്? അത് ഇൻവെസ്റ്റ്മെന്റ് താല്പര്യപ്പെട്ട് വരുന്നവർ ഫ്രാഞ്ചൈസി മോഡലുകളിൽ ഈ വർക്ക് ചെയ്യാൻ ഒരു ഓപ്പറേഷൻ ആരാ ചെയ്യുന്നത്? ഓപ്പറേഷൻ നമ്മളെ ചെയ്യുള്ളൂ. ക്വാളിറ്റിയിൽ നമ്മളൊരു വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ലാത്തതുകൊണ്ടും ഓപ്പറേഷൻ നമ്മൾ ചെയ്തിട്ട് അവർക്ക് ഫെസിലിറ്റീസ് ചെയ്യാൻ പറ്റും. ഈ കാര്യങ്ങൾ നമുക്ക് ഫെസിലിറ്റീസ് അവർക്ക് അറേഞ്ച് ചെയ്ത് തരാം. ലൊക്കേഷന്, അതുപോലെ അതിന്റെ ഇൻഫ്ര, അതൊക്കെ ചെയ്യാം. ബാക്കിയൊരു ഇപ്പൊ ഇൻഫ്ര ഒക്കെ തരുന്ന ആൾക്കാർക്ക് നമ്മൾ റെന്റല്ലേ കൊടുക്കുക? ഇൻഫ്രക്ക് റെന്റേ കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ സ്റ്റാർട്ടപ്പിന് താല്പര്യപ്പെട്ട് വരുന്നവർക്ക് ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ളൊരു അവസരമുണ്ട്. നമുക്ക് മെയിൻ ആയിട്ട് ഇപ്പോ സ്റ്റാർട്ടപ്പ് എന്നുള്ള വേൾഡ് എന്താണെന്ന് അറിയുന്നവർ വരണം. അത് വന്നിട്ട് കാര്യമുള്ളൂ. മറ്റവർക്ക് ഇൻഫ്രയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും, അതിന് റെന്റ് കിട്ടും. മറ്റേത് മന്ത്ലി ഒരു ഇൻവെസ്റ്റ് ചെയ്യുന്ന ആക്കി എന്തായാലും ഒരു മന്ത്ലി റിട്ടേൺ വേണ്ടവർക്ക് മന്ത്ലി റിട്ടേൺ ആയിട്ട് എന്ത് ചെയ്യാം? ഫെസിലിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അതായത് നമ്മള് പ്രൂവഡ് ആയിട്ട് കസ്റ്റമർ വരുന്ന ഏരിയയിലാണ് അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് വരണുള്ളൂ. ശരിക്കും ബാക്കി ഇപ്പൊ നമ്മൾ നേരിട്ടാ ചെയ്യുന്നത്. അതായത് ഇൻവെസ്റ്റർ ഉണ്ട്, അതിനകത്തൊരു ഇൻവെസ്റ്റർ ഉണ്ട്. അവരാണ് ഇപ്പൊ ഇതിന്റെ സീഡ് ലെവലിൽ ഫുൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഒരു ബിഗ്സോ എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്. വേറെ കമ്പനി നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഈ സാധനം ഇത്ര ചെയ്തിട്ടുള്ളത്. പക്ഷെ അത് ആ കമ്പനിയെ സംബന്ധിച്ചും ഏറ്റവും മിനിമം ഇൻവെസ്റ്റ്മെന്റിലാണ് നമ്മൾ ഈ സാധനം ഓടിക്കുന്നത്. വേറൊരു സ്റ്റാർട്ടപ്പിന്റെ വിഷയത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പൊ അതിന്റെ ചാർട്ട് എടുത്ത് നോക്കിയപ്പോൾ അവര് പറഞ്ഞു എന്നോട് കഴിഞ്ഞ മീറ്റിംഗ് ചെയ്തപ്പോ അതിന്റെ ബേണിങ്സും ഇതിന്റെ ബേണിങ്സിന്റെ അസറ്റ് ലിസ്റ്റ് നോക്കിയപ്പോ ഇതിൽ വളരെ ചുരുങ്ങിയ എമൗണ്ട് ആണ് ബേണിംഗ് എന്ന് പറയാൻ പറ്റുള്ളൂ. നമുക്ക് അസറ്റിലുണ്ട് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത പേയ്മെന്റ്, അതായത് ഇൻവെസ്റ്റ് ചെയ്ത പൈസ അസറ്റിലുണ്ട് കൂടുതലും. അതായത് കസ്റ്റമറുടെ എണ്ണം മാത്രം കാണിച്ചിട്ട് ആപ്പിലുള്ള എണ്ണല്ല. അതല്ല തോന്നുന്നു നിങ്ങൾ ഒരു സ്റ്റോർ സെറ്റപ്പ് ചെയ്യുന്ന ശരിക്ക് ഒരു ഡാർക്ക് സ്റ്റോർ ഉണ്ടാവും, ഒരു ഓഫ്ലൈൻ സ്റ്റോർ ഉണ്ടാവും. അതിന്റെ സറൗണ്ടിങ്ങിലാണ് നിങ്ങൾ ബിസിനസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഓഫ്ലൈൻ സ്റ്റോറും കൂടി ഉണ്ടായതുകൊണ്ട് ഭയങ്കര പ്രോഫിറ്റബിൾ ആയിട്ടാണ് തോന്നുന്നത്. ഓഫ്ലൈൻ സ്റ്റോർ പെട്ടെന്ന് പ്രോഫിറ്റിലോട്ട് എത്തുന്നുണ്ട്. പിന്നെ മറ്റേലോട്ട് കുറച്ച് നമുക്ക് ഹൈപ്പർ ലോക്കൽ മാർക്കറ്റിംഗ് കാര്യങ്ങൾ ചെയ്ത് അവിടെ നിന്ന് കുറച്ച് കസ്റ്റമർ കയറുമ്പോൾ അത് പിന്നീട് ഓഫ്ലൈനായിട്ട് സ്കെയിൽ ചെയ്യലും പരിപാടിയൊക്കെ ഈസി ഡാർക്ക് സ്റ്റോർ ആണ്. ഓഫ്ലൈൻ ഒരു പീക്ക് ലെവലിൽ ഫസ്റ്റ് ഇനീഷ്യൽ സ്റ്റേജിൽ അതാണ് ഫസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ ഇനീഷ്യൽ സ്റ്റേജിൽ ഓപ്പറേഷന് കാര്യങ്ങൾക്കൊക്കെ ഈ ഓഫ്ലൈൻ സ്റ്റോർ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം ആദ്യത്തെ 3000 കസ്റ്റമർ എത്തിയത് അങ്ങനെ തന്നെയാണ്. അത് അവിടെ വന്ന കസ്റ്റമറേയും അതിനോടനുബന്ധപ്പെട്ട പ്രശ്നം കാര്യങ്ങളാണ് അവിടെ ആ വർക്ക് ആയത്. എന്താ പുതിയ പ്രൊഡക്റ്റുകൾ വേറെ എന്തെങ്കിലും വരുന്നുണ്ടോ? എന്താണ് പുതിയത്? നമ്മള് സ്ഥിരമായിട്ട് നമ്മളെ കസ്റ്റമറെ റിപ്പീറ്റ് ചെയ്ത് കൊണ്ടുവരാനുള്ളൊരു ഇത്, അത് അവർക്ക് സ്ഥിര ആവശ്യം വരുന്നത് റിക്വസ്റ്റ് ചെയ്തിട്ടാണോ അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് റിക്വസ്റ്റ് ഉണ്ട്. ചില കോക്കനട്ട് ഓയില്, പ്യുവർ കോക്കനട്ട് ഓയില്, മായം കാര്യങ്ങളൊന്നും ഇല്ലാത്ത പ്യുവർ, അതായത് തണുപ്പാണെങ്കിൽ കട്ടാവണം, നാച്ചുറലി മലയാളീസ് ആളുകൾക്ക്. അതുപോലെ കാടമുട്ട എൻക്വയറി വരും കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഭയങ്കര ഹെൽത്തി ഇതുള്ള സാധനമാണല്ലോ. പിന്നെ നാടൻ മുട്ടക്ക് എൻക്വയറീസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഡക്കിന്, പിന്നെ ബ്രെഡ് മിൽക്കിൽ നമ്മൾ നോക്കുന്നത് നമ്മളൊരു
ഇത് ബാക്കിന്റെ നോക്കുന്നുണ്ട് മിൽക്ക് ചെയ്യാനും കൂടി. അപ്പൊ അങ്ങനത്തെ ഒരു പാക്കേജ് ആകുമ്പോൾ ഇവർക്ക് എന്ത് സബ്സ്ക്രിപ്ഷൻ പോലെ കിട്ടും ചെയ്യും. നമുക്ക് റിപ്പീറ്റ് ചെയ്തിട്ട് ഇവർക്ക് ഒരു പ്ലാറ്റ്ഫോം ഡെയിലി 1 എത്തും. ഇപ്പൊ വീക്കിലി 2-3 എന്നൊക്കെ പറഞ്ഞ രീതിയിലാണ് പാറ്റേൺ ഉണ്ട്. അത് മലയാളികളൊക്കെ ആണെങ്കിൽ 3 ഒക്കെ വാങ്ങും, 3 4 ഒക്കെ വാങ്ങും. ഇവിടെ എല്ലാ ദിവസവും മീൻ വാങ്ങണല്ലോ. അപ്പൊ മറ്റ് കമ്മ്യൂണിറ്റി ഉള്ളവരൊക്കെ ആണെങ്കിൽ 2 1. പിന്നെ ഇൻഫ്ലുവൻസർ വീഡിയോസ് ഞങ്ങളെ പ്രൊഫൈലിൽ ഇതിലൊക്കെ കണ്ട് ഇതൊക്കെ നിങ്ങൾ പൈസ കൊടുത്ത് ചെയ്യുന്നതാണ്, കാരണം നിങ്ങൾ വേർണിങ്സ് ഇല്ല എന്നാണ്. അതൊന്നും നമ്മള് വലിയ പേയ്മെന്റിൽ ചെയ്യുന്നതല്ല. ഒരു ബാർട്ടർ കൊളാബ് പോലെ തന്നെ അവർക്ക് പ്രൊഡക്റ്റ് ആവശ്യം. പിന്നെ ഇങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്ത് വരുന്നവരും ഉണ്ട്. ആദ്യം കുറച്ച് നമ്മൾ അങ്ങനെ കൊടുത്തു. പിന്നെ പലരും നമുക്ക് അവരുടെ ഫ്രണ്ട്സ് സർക്കിൾ നിന്നുള്ളവരൊക്കെ കണ്ടന്റ് ചെയ്യാന്നുള്ളവർക്ക് വരും. അപ്പൊ നമ്മൾ പ്രൊഡക്റ്റിന് വരും, പ്രൊഡക്റ്റ് കൊടുക്കും, അങ്ങനെ വീഡിയോ ചെയ്യും. അങ്ങനെ വീഡിയോ ചെയ്യും. പൈസ എന്നിട്ടാണോ പ്രൊഡക്റ്റ് വാങ്ങുക, അല്ലെങ്കിൽ പൈസ ഒന്നും വാങ്ങുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ പൈസ നമ്മൾ ഇത് ഈ ലെവലിൽ സപ്പോർട്ട് ചെയ്യുന്ന വരുന്നവർക്ക് നമ്മൾ ആ പ്രൊഡക്റ്റ് കൊടുക്കും. ഒരു വാട്ടർ കൊളാബ് എന്നുള്ള സിസ്റ്റം പോലെ. ഓക്കെ ഓക്കെ. അപ്പൊ ട്രസ്റ്റ് സ്റ്റോർ എന്നുള്ള വലിയൊരു ആളുകളെ വിശ്വസിക്കുക എന്നുള്ളൊരു സാധനമാണ് ഭയങ്കരമായിട്ട് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് ഒരു പ്രത്യേക ഒരു രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി കേരളത്തിലേക്ക് വരുമ്പോൾ ട്രസ്റ്റ് സ്റ്റോർ ഉണ്ടാവുമോ? കേരളത്തിൻ്റെ ഒരു ട്രെൻഡ് നമ്മൾ നോക്കിയിട്ട് വേണം. നമ്മൾ അവിടെ ഒരു മൾട്ടി കൾച്ചർ പല ഇതുള്ളതുകൊണ്ട് അവിടെ ആ ഒരു ലൈന് നമുക്ക് ക്ലിക്ക് ആകുന്നുണ്ട്. പക്ഷെ കേരളത്തിലെ ലൈന് ചിലപ്പോൾ എന്തായിരിക്കും അത് മാറ്റണ്ടാവും. അത് നമ്മൾ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ സ്ട്രാറ്റജിക്കലി നമ്മൾ പ്ലാൻ ചെയ്യും ഇവിടെ എങ്ങനെ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുന്നുള്ളത്. ഇവിടെ ചിലപ്പോൾ ട്രസ്റ്റ് സ്റ്റോറിന്റെ ഒരു ആവശ്യം വരുമോ എന്നുള്ളത് അത് നോക്കിയിട്ട് നമുക്ക് പറയാം. ഇവിടെ നിങ്ങൾ വേറൊരു മോഡലാണ് വർക്ക് ചെയ്യുന്നത്, നിലവിലുള്ളവരെ ഓഫ്ലൈൻ ഓൺലൈൻ ആക്കുന്ന സിസ്റ്റമാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് നിലവിൽ നല്ല രീതിയിൽ ഫിഷിനെ ചെയ്യുന്നവരെ ക്വാളിറ്റിയിൽ ഒരു വിട്ടുവീഴ്ചയൊക്കെ നമ്മൾ ചെയ്യാൻ പറ്റൂല. ക്വാളിറ്റിയിൽ ചെയ്യേണ്ട സാഹചര്യം എന്ന് വരുന്നത് നമ്മൾ ക്ലോസ് ചെയ്യാന്നുള്ള തീരുമാനത്തിൽ നമ്മളെ കമ്പനി ഉടനെ അത് നമ്മൾ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ പരിപാടി സ്റ്റോപ്പ് ചെയ്യും. അതിൽ വേറെ എക്സ്ക്യൂസ്. ഇവിടുത്തെ ഓപ്പറേഷൻ നമ്മൾ നിലവിലുള്ള നല്ല ടീമുകളെ നോക്കിയിട്ട് ഫിൽട്ടർ ചെയ്തിട്ട് നമ്മൾ എൻക്വയറി വന്നവരുണ്ട്, അത് നോക്കിയിട്ട് അവിടെ നമ്മളെ ഓപ്പറേഷൻ നമ്മൾ ഹാൻഡ് ഓവർ നമ്മളെ ചെയ്യും. ഓപ്പറേഷൻ നമ്മൾ ടേക്ക് ചെയ്യും. അപ്പോൾ കസ്റ്റമർക്ക് സംബന്ധിച്ച് ഏറ്റവും ബെസ്റ്റ് പ്രൊഡക്റ്റ് ആയിരിക്കണം കിട്ടേണ്ട. ക്വാളിറ്റി നമ്മൾ ടീം ചെക്ക് ചെയ്യും. ഫൈനലി ചെക്ക് നമ്മൾ ചെയ്യും. നമ്മളെ പാക്കേജ് ആയിരിക്കും, നമ്മളെ സർവീസ് ആയിരിക്കും. അപ്പോൾ കസ്റ്റമർക്ക് അവർക്ക് ടൈമിങ് കാര്യങ്ങൾ ഇതൊന്നും ഇവിടുത്തെ ഒരു ലോക്കൽ സ്റ്റോർ ചെയ്യണവർക്ക് അറിയൂല. ഓപ്പറേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള അവർക്കറിയില്ല. അവർക്ക് അതാണ് അവർക്ക് ബുദ്ധിമുട്ട്. ഫിഷ് കൊണ്ടുവരാനും ക്വാളിറ്റി മെയിൻ ചെയ്യാനൊക്കെ അവർക്ക് അറിയും. ഒന്നാമത് ഇവിടെ ട്രഡീഷണലി ഈ ഫീൽഡിലൂടെ വന്ന ആളുകളായിരിക്കും. അപ്പൊ അതുകൊണ്ട് അത് പ്രശ്നം വരില്ല. ഫാമിലി പരമായിട്ടൊക്കെ വന്ന 2-3 ജനറേഷൻ കൈമാറി വന്ന ഫിഷ് സ്റ്റാളൊക്കെ ഉണ്ട് നമ്മൾ സംസാരിച്ചത്. അതായത് നിലവിൽ ചെയ്യുന്ന ആൾക്കാരെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഇതിന് ഭാഗമാക്കുക. അവർക്കും തന്നെ അതിന്റെ ബെനിഫിറ്റ്. അവരിപ്പോ ഒരു ഓഫ്ലൈൻ സ്റ്റോറിൽ അവർ ചെയ്യുന്ന ബിസിനസിന്റെ ഒരു 2x 3x ഒക്കെ നമ്മൾ ഓൺലൈനിലൂടെ, അതായത് അവരെ നിലവിലുള്ള അതേ പ്രൈസ് അവർക്ക് കിട്ടും ചെയ്യും. കൂടുതൽ പ്രൈസ് കിട്ടുന്ന സിറ്റുവേഷൻ, കാരണം കുറച്ചും കൂടി ഒരു അപ്ഡേറ്റഡ് വെർഷൻ അല്ലേ അത് അവര് പ്ലേസ് ചെയ്യുന്നതനുസരിച്ചാ അവരെ മാർക്കറ്റ് അവർ പ്ലേസ് ചെയ്യുന്നതനുസരിച്ചാണ് നമ്മൾ സാധനം വരിക. അതായത് ഇപ്പോ നമ്മള് നിലവിലുള്ള ഫിഷ് ചെയ്യുന്ന ആൾക്കാരെ കൂട്ടാൻ വേണ്ടിയിട്ടല്ല നമ്മൾ നടത്തുന്നത്. അല്ല, നമ്മൾ സർവീസ് പ്രൊവൈഡേഴ്സ് ആണ് ഇവിടെ ചെയ്യുന്നത്. അവർ അഗ്രിഗേറ്റർ സിസ്റ്റം ആയിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ട്രസ്റ്റ് സ്റ്റോർ അടിപൊളി ആവട്ടെ. കേരളത്തിലും ട്രസ്റ്റ് സ്റ്റോർ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്, കാരണം ഇടയ്ക്കിടയ്ക്ക് മീൻ പോയി എടുത്തിട്ട് നമുക്ക് കഴിക്കാമല്ലോ. കാരണം രാവിലെ മീൻ വാങ്ങാൻ വേണ്ടിയിട്ട് ആ 7 മണി സമയത്ത് നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ ഒരു സമയം ഉണ്ടാവല്ലോ മീൻകാരൻ വണ്ടി വരുന്നത്. മറ്റേത് അതില്ലല്ലോ, നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് പോയി എടുത്തിട്ട് കഴിക്കാൻ പറ്റുള്ളൂ. ഇവിടെ വരുമ്പോൾ നമുക്ക് അതിന്റെ ഒരു നോക്കിയിട്ട് കാര്യങ്ങൾ. കേരളത്തിൽ ആദ്യം ലോഞ്ച് എവിടെ പ്ലാൻ ചെയ്യുന്നത്? കേരളത്തില് കോഴിക്കോടും ഒന്നും പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് കൊണ്ടോട്ടി സൈഡില് നമ്മളൊരു ആള് പറയുന്നുണ്ട്. അവര് 3ാമത്തെ ജനറേഷനിൽ ഫിഷ് മർച്ചന്റ് ചെയ്തുകൊണ്ടിരിക്കുക. 75 വർഷത്തിന് നല്ല ക്വാളിറ്റിയിൽ കൈകാര്യം ചെയ്യുന്ന ടീമാണ്. അപ്പൊ അവരാണ് ഇപ്പൊ കൺവീൻസ് ആയിട്ടുള്ളത്. 2-3 വേറെ എൻക്വയറീസ് ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ അതില് സെലക്ട് ചെയ്തത് ഇപ്പൊ അവരെയാണ്. അവരുടെയാണ് നമ്മൾ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്, നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആപ്പിൽ നിങ്ങൾ കുറച്ച് ചേഞ്ചസ് വരുത്താനുണ്ട്. നമ്മൾ ഫസ്റ്റ് നമ്മൾ ഇനീഷ്യലി ചെയ്തത് ഒരു റീജിയനിലുള്ള ഇതാണ്. ഇവിടെ ആകുമ്പോൾ അതിന്റെ ഒരു ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിനുള്ള ചേഞ്ചസ് ടെക്നിക്കലി അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഫിസിക്കലി ബാക്കി എല്ലാ സംവിധാനങ്ങളും ഇവിടെ റെഡിയാണ്. അപ്പൊ ഏകദേശം ഒരു 2 മാസം കൊണ്ടൊക്കെ കേരളത്തിൽ ഉണ്ടാവും. ഉണ്ടാവും. ഓക്കെ. അപ്പൊ എന്തായാലും അടുത്ത ദിവസം തന്നെ നമുക്ക് അസ്ലി ഫ്രഷിന്റെ ഫിഷ് കഴിക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ വീണ്ടും അടുത്തൊരു പോഡ്കാസ്റ്റിൽ വീണ്ടും കാണാം. ഓക്കെ. നിങ്ങളെ അഭിപ്രായങ്ങൾ, നിങ്ങളെ ആളുകളെ ട്രസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങളൊരു അഭിപ്രായം എല്ലാവരും പറയാം.
കസ്റ്റമേഴ്സിന് ട്രസ്റ്റ് ചെയ്യുന്നതിന് ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് ഓരോരുത്തരും നിങ്ങളെ ബിസിനസ്സിൽ ഇങ്ങനത്തെ കുറേ ഇനീഷ്യേറ്റീവ്സ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്കതിന് തിരിച്ച് കസ്റ്റമേഴ്സ് എപ്പോഴും അതിന് വാല്യൂ തരുമെന്ന് നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ ഓക്കെ, താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണാം.